ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരിലാണ് നമ്മൾ ഇത് ഓതുന്നത്. ഇനി വായിക്കുകയാണെങ്കിൽ ആ ബിസ്മിയുടെ അർത്ഥം വായിക്കുന്നത്, തിന്നുകയാണെങ്കിൽ തിന്നുന്നത്, വാഹനം ഓടിക്കുകയാണെങ്കിൽ ഞാനിതാ അള്ളാഹുവിന്റെ പേരിൽ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നു. ബിസ്മി ഒരു കാവലാണ്. ബിസ്മി ചൊല്ലിയിട്ട് ഒരു കാര്യം ചെയ്താൽ അതിൽ ബർക്കത്ത് നഷ്ടപ്പെടില്ല. ഓരോ കാര്യത്തിലുള്ള ബർക്കത്ത് ഓരോ രീതിയിലാണ്. ഒരാൾ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങിയതെങ്കിൽ ആ ഗ്രന്ഥം കൊണ്ട് 10,000-കണക്കിന് മനുഷ്യന്മാർക്ക് ഉപകാരം ഉണ്ടാവും. ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ബിസ്മി ചൊല്ലിയതെങ്കിൽ ആ ഭക്ഷണം കഴിച്ച് കിട്ടിയ ശക്തി കൊണ്ട് ആഖിറത്തിലേക്ക് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടും. ഒരാൾ ഷോപ്പ് തുടങ്ങുന്ന സമയത്താണ്, ഷോപ്പ് തുറക്കുന്ന സമയത്താണ് ബിസ്മി ചൊല്ലിയതെങ്കിൽ ആ ഷോപ്പിലൂടെ ലഭിക്കുന്ന സമ്പത്ത്, അതിന്റെ ലാഭം, ആ ലാഭം കൊണ്ട് ആഖിറത്തിൽ സമ്പാദിക്കാൻ പറ്റുന്ന സമ്പത്തായി ഈ സമ്പത്ത് മാറും. എന്റെ കാരണം ബിസ്മി ചൊല്ലിയിട്ടാണ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത്. അതുകൊണ്ടാണ് 9 മണിക്കും 10 മണിക്കൊക്കെ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റീസിൽപ്പെട്ട സമൂഹം ആദരിക്കുന്ന ആരെങ്കിലുമൊക്കെ വിളിച്ച് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമെങ്കിലും അത്യാവശ്യം ഈമാനും തഖ്വയുള്ള മനുഷ്യന്മാര് സുബഹിക്ക് ഒരു സോഫ്റ്റ് ലോഞ്ചിങ് നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്കറിയാം 9 മണിക്കും 10 മണിക്കും സമൂഹം ആദരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതിന്റെ താല്പര്യം അതൊരു PR വർക്കാണ്. നാട്ടുകാർക്ക് അറിയണല്ലോ ഈ ഷോപ്പ് തുടങ്ങിയെന്ന്. പക്ഷേ അതുകൊണ്ടൊന്നും ബർക്കത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അതിന് ഉസ്താദിനെ തന്നെ വിളിച്ച്, സയ്യിദ് അവർകളെ തന്നെ വിളിച്ച് ഒരു ബിസ്മി ചൊല്ലിയിട്ട് തന്നെ തുടങ്ങണം. അപ്പൊ വീട്ടിൽ അടുപ്പിൽ ആദ്യമായിട്ട് തീ കാച്ചുന്ന സമയത്ത്, പാല് കാച്ചുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങുമ്പോൾ ആ വീട്ടിലുള്ള ഭക്ഷണത്തിൽ, പാചകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്താണ് ബിസ്മി ചൊല്ലുന്നതെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന കുട്ടി 80 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ 80 കൊല്ലം ജീവിക്കുന്ന കാലം എത്രയും ആ കുട്ടിക്ക് പിശാചിന്റെ ശർറ ഏൽക്കാതിരിക്കാനുള്ള പെട്രോളാണ്, ഇന്ധനമാണ്, കാവലാണ് ബിസ്മി. അപ്പോൾ ബിസ്മിയുടെ പവർ എത്ര! ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാ, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും ചൊല്ലണം. ബിസ്മില്ലാ. തടിച്ചിരിക്കുന്ന ഒരു പിശാചും മെലിഞ്ഞിരിക്കുന്ന ഒരു പിശാചും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ ഒരു സംഭാഷണം നടത്തുന്നത് കിതാബുകളിലുണ്ട്. നീ എന്താണ് ഇങ്ങനെ മെലിഞ്ഞൊട്ടിയേക്കുന്നത്? ഞാനൊരു ചങ്ങായിന്റെ കൂടെ കൂടി, ആ ചങ്ങായി ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലു, അതുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടൂല, ഒരു കോഴിയുടെ എല്ല് പോലും കിട്ടൂല, അതുകൊണ്ട് എനിക്കൊരു ചാൻസും ഇല്ല. വെള്ളം കുടിക്കുമ്പോഴും മൂപ്പര് ബിസ്മില്ലും, അതുകൊണ്ട് ആ സ്ട്രോ പോലും നാവിൽ വെക്കാൻ കഴിയില്ല. എന്താ ചെയ്യാ? അയാൾ വീട്ടിൽ കയറുമ്പോഴും ബിസ്മില്ലും. സോ എനിക്ക് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമില്ല. അതാണ് ഇങ്ങനെ ഞാനിങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയത്. അപ്പൊ ഈ തടിച്ചിരിക്കുന്ന പിശാചിനോട് ഇയാൾ തിരിച്ചു ചോദിച്ചു, നീ എങ്ങനെ ഈ തടിമടപ്പനായത്? ഞാനൊരു ചങ്ങായിന്റെ പേര, അതൊരു മോയന്ത എന്ന് പറഞ്ഞാൽ അത് കിട്ടിയ പാടെ റപ്പായി അടിക്കാന്നല്ലാണ്ട് ബിസ്മി മറന്നു പോകും. അതുകൊണ്ട് എനിക്കും നല്ലോണം കിട്ടും. എന്ത് കുടിക്കുമ്പോഴും അയാൾ ബിസ്മി എല്ലാറില്ല, അതുകൊണ്ട് എനിക്കും കിട്ടും. അയാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ഇല്ലൂല, അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും തെരുവിലോ ബസ് ഷെൽട്ടറിലോ കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചരിത്രം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആശയത്തെ കൊണ്ടുവരികയാണ്. നമ്മുടെ ഒരു മേഖലയിലും പിശാച് ഇടപെടാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ്, കാവലാളായ കാര്യമാണ് ബിസ്മി എന്ന് പറയുന്നത്.
ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശ്ശർറു ബിമശിയത്തില്ലാഹ് എന്ന ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ. അതിലുണ്ട് ഈ പറഞ്ഞ എല്ലാ ആശയങ്ങളും. ഈ പറഞ്ഞ വിശദീകരണങ്ങളെല്ലാം ലഭിക്കാൻ ദഖീറത്തുൽ മആദ് ഫീ ശർഹി റാത്തീബിൽ ഹദ്ദാദ് എന്ന കിതാബ്, ഈ ദിക്റിന്റെ വ്യാഖ്യാനം നോക്കിയാൽ മതി. ആമുഖം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള നേരമൊന്നുമില്ല. നമുക്ക് സൂറത്തിലേക്ക് പ്രവേശിക്കാം. ആമുഖത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം, ഏത് കാര്യം ചെയ്യുമ്പോഴും ഇന്നത്തെ വഅലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബിസ്മി ചൊല്ലും എന്നൊരു സ്ട്രോങ് ഡിസിഷനാണ്, ഒരു നല്ല തീരുമാനമാണ്. അപ്പോഴേ അള്ളാഹുവിന്റെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. അള്ളാന്റെ പേര് ചൊല്ലിയിട്ട് ഒരു കാര്യം ചെയ്താൽ അള്ളാഹ് എങ്ങനെ ബർക്കത്ത് തരാതിരിക്കുക? ഇതിലൊന്നും കൂടുതൽ വിശ്വാസമില്ലാത്ത ഒരു ഭർത്താവായിരുന്നു ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ്. ആ പെണ്ണാണെങ്കിൽ ദിക്റിലും സ്വലാത്തിലും ഉറൂസിലും തങ്ങന്മാര് മന്ത്രിച്ച വെള്ളത്തിലൊക്കെ വിശ്വാസമുള്ള ആളാ. ആ പെണ്ണിന്റെ ഭർത്താവാണെങ്കിൽ കിതാബുകളിൽ കാണാം ഒരു യുക്തിവാദി ടച്ചുള്ള ആളാ. എന്ന് പറഞ്ഞാൽ അതിലൊന്നും വിശ്വാസമില്ല. നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ചിലര് കയറി പറ്റാറുണ്ട്. അതിന് ഉപ്പമാരുടെ ജാഗ്രത കുറവാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക. മക്കളെ കെട്ടിക്കണ സമയത്ത് ജർമ്മൻ കമ്പനിയിലാണ് ജോലി, CMA പാസ്സായിട്ടുണ്ട്, 1 lakh above സാലറിയാണ്, അബുദാബിയിലാ പോലും ജോലി, അവിടെ ഫാമിലി സെറ്റ് ആവുന്നാണ് പറയണത്. ഇങ്ങനത്തെ 2 വർത്താനം കേട്ടിട്ട് വീഴാനുള്ളതല്ല നമ്മളെ മക്കളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉപ്പമാർ. പിന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് ദീൻ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മാനദണ്ഡമാവേണ്ടത്. സാലറി എത്ര, കമ്പനി എത്ര, സ്കിൽ എന്ത് എന്നുള്ളതൊക്കെ പിന്നീടാണ് നോക്കേണ്ടത്. തുൻകാഹുൽ മർഅതു ലി 40. പൊതുവിൽ നാട്ടുകാർ 4 കാര്യമാണ് നോക്കുക: സൗന്ദര്യം, തറവാട്, ഇതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാര്യം എണ്ണിയപ്പോഴും വിജയിക്കണമെങ്കിൽ ഫൽഫർ ബിദാത്തിദ്ദീൻ എന്നാ പറയണത്. അല്ലാണ്ട് ഈ ഹദീസിന്റെ അർത്ഥം സൗന്ദര്യം നോക്കണം, തറവാട് നോക്കണം എന്നല്ല. ഈ ഹദീസിന്റെ അർത്ഥം അങ്ങനെയൊന്നുമല്ല. അത് നോക്കണോ വേണ്ടിയോ നമുക്ക് ഫിഖിന്ന് വേറെ മനസ്സിലാക്കാം. അൽ ഇഫ്സാഹ് അൻ അഹാദീസിൻ നിക്കാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് തന്നെ ഉണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി, ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ്. ഫൽഫർ ബിദാത്തിദ്ദീൻ, അതാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾക്ക് ആ നാട്ടിലെ രാജകുമാരന്റെ പ്രപ്പോസൽ പോലും വന്നിട്ടും അതിനൊക്കെ അവഗണിച്ചു. അതെ, എന്റെ മക്കൾക്ക് ആഖിറാണ് കിട്ടേണ്ടതെന്ന് ബുദ്ധിമാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന് അറിയാം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? ഏതെങ്കിലും ഒരു പളവളപ്പിലോ ഭൗതിക പത്രാസിലോ മാനദണ്ഡമാക്കിയിട്ട് പുതിയാപ്പിളയെ നിശ്ചയിച്ചാൽ നാളെ മറ്റന്നാള് നമ്മളെ മക്കൾക്ക് ജനിക്കുന്ന പേരക്കുട്ടികളാകുന്ന നമ്മളെ മക്കൾ അവരും ഉപ്പാപ്പ മരിച്ചിട്ട് ഓതിയിട്ട് കാര്യമില്ല എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. മലയാളത്തിൽ പറഞ്ഞാൽ ഖത്തറിലേക്ക് പോകുമ്പോ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പക്ക് ഷിർക്കാവും എന്നർത്ഥം. ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലിനെ കണ്ടുമുട്ടിയതിന്റെ ഫലം എന്നോണം മൗലിദ് ഷിർക്കാണെന്ന് പ്രഖ്യാപിച്ചു. എങ്ങനെയുണ്ട്? ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? വിവാഹം കഴിക്കുന്ന സമയത്ത്, കഴിപ്പിച്ചു കൊടുക്കണ നേരത്ത് നിങ്ങളെപ്പോഴും പരിഗണിക്കേണ്ടത് ദീനാണ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തിനെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം. ചരിത്രത്തിലേക്ക് തന്നെ വരാം. ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലുന്ന ഒരു സ്ത്രീ എടുക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, അങ്ങനെ വഅലാ കുല്ലി ഹാലിൻ എല്ലാ ഘട്ടത്തിലും ബിസ്മി ചൊല്ലുന്ന ഒരു ഉമ്മ. ആ പെണ്ണിന്റെ ഭർത്താവിന് ഇതിലൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. ഒരു ദിവസം ഈ വിശ്വാസത്തിനും ബർക്കത്തിനൊക്കെ ഭംഗം വരുത്താൻ വേണ്ടി ഇയാൾ ഒരു വേല ഒപ്പിച്ചു. ഒരു തുണിസഞ്ചിയിൽ കുറച്ച് പണം എടുത്തിട്ട് ഈ ഭർത്താവ് ഭാര്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, വൈകുന്നേരം അല്ലെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്ന സമയത്ത് എനിക്ക് തിരികെ തരണം.
ഈ പെണ്ണ്, നിഷ്കളങ്കയായ പെണ്ണ്, ബിസ്മി ചൊല്ലിയിട്ട് അത് വാങ്ങി. എവിടെയാണ് വെക്കുന്നതെന്ന് ഇയാൾ ഒളിച്ചിരുന്ന് നോക്കുകയും ചെയ്തു. തലയണന്റെ അടിയിൽ ബിസ്മി ചൊല്ലിയിട്ട് വെക്കുന്നതാണ് കാണുന്നത്. ഭർത്താവ് പോയി എന്ന് അഭിനയിച്ച് ഭാര്യ ആ റൂമിൽ നിന്ന് മാറിയ സമയത്ത് ആ തലയണന്റെ അടിയിൽ നിന്ന് പണം എടുത്തിട്ട് കിണറിലേക്ക് എറിഞ്ഞു. നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഈ വിശ്വാസം എങ്ങനെങ്കിലും തകർക്കണം എന്നാണ് ഇയാളുടെ ഒരു ദുർചിന്ത. വൈകുന്നേര സമയമായപ്പോൾ ഭർത്താവ് ഒന്നും അറിയാത്ത മട്ടത്തിൽ ചോദിച്ചു, നേരത്തെ ഞാൻ ഏൽപ്പിച്ചിരുന്ന പണമില്ലേ? യെസ്. അതെവിടെ? നിഷ്കളങ്കയായ ആ ഉമ്മ, ഈമാനുള്ള ആ ഉമ്മ ബിസ്മി ചൊല്ലിയിട്ട് തലയണന്റെ അടിയിലേക്ക് കൈവെക്കുമ്പോൾ ഇയാൾ ഉള്ളിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിബ്രീലിനോട് അള്ളാഹുവിന്റെ ഓർഡർ. ഈ സ്പോട്ടിൽ ജിബ്രീൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഈ സ്പോട്ടിൽ കിണറിൽ നിന്ന് ആ ദിർഹം എടുത്തിട്ട് തലയണന്റെ അടിയിൽ കൊണ്ടേക്കണം. കൊണ്ടുവച്ചു. ഈ പെണ്ണൊന്നും അറിയാതെ തിരിച്ചു കൊടുത്തു. ഈ സംഭവത്തിലൂടെയാണ് ഇയാൾ നന്നായത് എന്ന ചരിത്രത്തിന്റെ പൂർത്തീകരണത്തിൽ കിതാബുകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മിയെ ഇനിയും നമുക്ക് മണിക്കൂറുകളോളം പറയാനുണ്ട്. പക്ഷേ സൂറത്തുൽ കൗസറിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടാണ് നിങ്ങളെല്ലാം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. തുടങ്ങാം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അൽ കൗസർ എന്ന ആദരണീയമായ സംഗതികളെ നമ്മൾ നബിയെ തങ്ങൾക്ക് തന്നില്ലേ? ഈ അൽ കൗസർ എന്നുള്ളതിന് 20 വ്യാഖ്യാനങ്ങളുണ്ട്. 20 വ്യാഖ്യാനങ്ങൾ. ഇവിടെ ആകെ 11 ദിവസമേ വയലുള്ളൂ. ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞാലും 11 ആവുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തീർക്കൽ നമുക്ക് സാധ്യമല്ല. എന്താണ് ഈ അൽ കൗസർ നൽകി എന്ന് പറയുന്നത്? ഈ നൽകി എന്ന് പറയാൻ തന്നെ അള്ളാഹു ഉപയോഗിച്ച ടേം എന്താണെന്ന് വെച്ചാൽ ഇന്നാ അഅ്തൈനാക, തങ്ങൾക്ക് നമ്മളാ നൽകിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ നൽകുമ്പോൾ ചെറുത് നൽകൂലല്ലോ എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ നൽകുമ്പോൾ ചെറുത് നൽകൂലല്ലോ, അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതിനാണ് നമ്മൾ എന്ന ടേം അള്ളാഹുവോട് ഉപയോഗിച്ചേക്കുന്നത്. നൽകിയ ആളും നൽകപ്പെടുന്ന ആളും നൽകിയ വസ്തുവും ഏറെ ആദരണീയരായവരാണ് എന്നറിയിക്കാനാണ് അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചതായി മുഫസ്സിരീങ്ങൾ എഴുതി വെക്കും. നൽകിയത് അല്ലാഹ്, നൽകപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ കൗസർ എന്നുള്ളതിനെയാണ് നബിയെ തങ്ങൾക്ക് നൽകിയത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. എന്താണ് ഈ കൗസർ എന്ന് പറഞ്ഞാൽ? ഒന്ന്, അൽ കൗസർ എന്നുള്ളതിന്റെ ഒന്നാമത്തെ അർത്ഥം അൽ ഹൗലുൽ കൗസർ. നബിയെ തങ്ങൾക്ക് ഞാൻ ഹൗലുൽ കൗസർ നൽകിയില്ല നബിയേ, ഹൗലുൽ കൗസർ നൽകിയില്ല നബിയേ. ഒന്നാമത്തെ അർത്ഥം. ഹൗലുൽ കൗസറിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി മാത്രം സ്വതന്ത്ര രചനകൾ ഉണ്ട് ഇമാമികൾക്കിടയിൽ. എന്താണ് ഈ ഹൗലുൽ കൗസർ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ആദരിച്ച് സ്വർഗത്തിൽ സംവിധാനിച്ച ഒരു നദിയാണ് അൽ ഹൗലുൽ കൗസർ. പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും ഒരു വട്ടം കുടിച്ചാൽ പിന്നീട് ദാഹമില്ലാത്തതും ഒരു വട്ടം അത് അനുഭവിച്ചാൽ മുഖം ഒരിക്കലും കറുത്തുപോകാത്തതും ആ ഹൗലുൽ കൗസറിലെ കോപ്പകൾ, പാത്രങ്ങൾ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ കൂടുതലുണ്ടെന്ന് ഹദീസുൽ വന്നതും വളരെ വിശാലമായി ഒരു മാസം സഞ്ചരിച്ചാൽ പോലും തീരാത്ത വണ്ണം അതിവിശാലമായിട്ടുള്ളതുമായ അള്ളാഹു നൽകിയ ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഒരു ആദരവാണ് അൽ ഹൗലുൽ കൗസർ. ഇനി ഇതിനെ ഓരോന്നിനെയും വിശദീകരിച്ചു നോക്കാം. കുടിച്ചാൽ ഒരിക്കലും ദാഹം ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ പിന്നെ സ്വർഗത്തിലെ വെള്ളം വേസ്റ്റ് ആവൂലേ? വേസ്റ്റ് ആവൂലേ? ഹൗലുൽ കൗസർ കുടിച്ചാൽ പിന്നീട് ദാഹം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കുന്നില്ല എന്നാണോ എൻ്റെ അർത്ഥം? വെള്ളം വെറുതെ കുടിച്ചിട്ട് എന്താ വേണ്ടേ? ദാഹിച്ചിട്ട് കുടിച്ചാലല്ലേ വെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവോ? അല്ലേ? അതെ.
ഒരാൾ ഹൗലുൽ കൗസർ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ദാഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ശരി. അപ്പോൾ സ്വർഗത്തിലെ ജ്യൂസും സ്വർഗത്തിലെ പാലും സ്വർഗത്തിലെ നദിയും സ്വർഗത്തിലെ അരുവികളും എന്തെല്ലാമാണോ ഉള്ളത് അതൊക്കെ കുടിക്കുന്നത് ലിത്തലദ്ദുദി, അതൊരു ആസ്വാദനത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ പറഞ്ഞാൽ മന്തി, പൊറോട്ട, നൂൽപുട്ട്, പത്തൽ എല്ലാം തിന്നു കഴിഞ്ഞ് ഫ്രൂട്ട്സും കഴിച്ച് പിന്നെ അതാ പുഡിങ്ങും ഉണ്ട് വെക്കണത്. ഇളനീറിന്റെ പുഡിങ്ങും ഉണ്ട്, ക്യാരറ്റിന്റെ പുഡിങ്ങും ഉണ്ട്, പൈനാപ്പിളിന്റെ പുഡിങ്ങും ഉണ്ട്. ഈ പുഡിങ് ആരെങ്കിലും വിശന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല മോനെ കുറച്ച് പുഡിങ് എടുത്ത് അങ്ങനെ ആരെങ്കിലും തിന്നുന്നതാ? അല്ല, അതൊരു ആസ്വാദനത്തിന്റെ തിന്നലാണ്. അതാണ് സ്വർഗത്തിലെ പാനീയങ്ങൾ. കിഫായത്തുൽ അവാമിന്റെ വ്യാഖ്യാനത്തിൽ അതിഗംഭീരമായിട്ട് നൂറുൽ അലാം അത് വിശദീകരിക്കുന്നുണ്ട്. മുഖം കറുത്തുപോയില്ല ഹൗലുൽ കൗസർ കുടിച്ചാൽ എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ? യുറഫുൽ മുജ്രിമൂന ബിസീമാഹും, തെറ്റുകാരായ മനുഷ്യന്മാരുടെ മുഖം കറുത്തു പോയിട്ടുണ്ടാവും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹൗലുൽ കൗസർ കുടിപ്പിച്ച ആൾക്കാരുടെ മുഖം ഒരിക്കലും കറുത്തു പോവില്ല. ഹൗലുൽ കൗസർ കോരി കൊടുക്കുന്നതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആദ്യമായിട്ട് ഹൗലുൽ കൗസർ കോരി കൊടുക്കുന്നതായിരിക്കണമെന്ന് വെച്ചാൽ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിക്കാണ്. ഇതിനൊക്കെ പല കാരണങ്ങളുണ്ട്. വിശദീകരണങ്ങളിലേക്ക് പോയാൽ നമ്മൾ കാമ്പും കാതലുമായ പാർട്ടിൽ നിന്ന് ജസ്റ്റ് തെറ്റിപ്പോവോ എന്ന് പേടിച്ചിട്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോണത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പണക്കാരുടെ നേതാവാണ്. എല്ലാ വിചാരണയും കഴിഞ്ഞിട്ടാണ് അവർ സ്വർഗത്തേക്ക് പോവുക. അതിന്റെ അർത്ഥം സ്വർഗത്തിൽ എത്തുന്നാണ് കേട്ടോ, സ്വർഗത്തിലേക്ക് പോകുന്ന പറയണത്. പാവപ്പെട്ട ആൾക്കാര് പണക്കാര് പോകുന്നതിന്റെ 500 കൊല്ലം മുമ്പ് സ്വർഗത്തിൽ എത്തും എന്നാണ്. അതിന്റെ അർത്ഥം പണക്കാര് ഉണ്ടാവാൻ പാടില്ല എന്നാണോ? അല്ല. പണക്കാരെ നിന്ദിക്കുന്ന ഹദീസാണോ അത്? അല്ല. ഉസ്താദെ അങ്ങനെയാണെങ്കിൽ ഞാൻ ബിസിനസ്സെല്ലാം നിർത്തലായിട്ടാ, ഞാൻ പാപ്രസൂട്ടായിട്ട് ജീവിക്കലായി, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. പാവപ്പെട്ടവനായി ജീവിച്ച് ക്ഷമിച്ച് ജീവിക്കുന്ന ആളാണോ നല്ല ആള്? അല്ല. പണമൊക്കെ സമ്പാദിച്ച് ആ പണമൊക്കെ അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്യുന്ന ആളാണോ നല്ല ആൾ? ചോദ്യം മനസ്സിലാവാത്തതുകൊണ്ട് ആവർത്തിക്കുന്നു. അൽ ഗനിയു ഷാക്കിർ, പണം സമ്പാദിച്ച് പണം അള്ളാന്റെ മാർഗത്തിൽ സക്കാത്തും സ്വതക്കയൊക്കെ കൊടുക്കുന്ന ആളാണോ നല്ലയാൾ? അല്ല. ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ ജീവിച്ച് പരാതിയും പരിവട്ടമൊന്നും പറയാതെ മൂഡ് ഓഫിന്റെ ഇമോജി സ്റ്റാറ്റസ് വെക്കാതെ പാവായിട്ട് ക്ഷമിച്ച് ജീവിക്കുന്ന ആളാണോ നല്ലയാൾ? ഈ വിഷയത്തിൽ മാത്രം സഹാബി മാമിനൊരു കിതാബുണ്ട്. കിതാബുകൾ മൊത്തം വായിച്ച് ലാസ്റ്റ് നമ്മൾ എത്തിച്ചേരുന്നത് അൽ ഗനിയു ഷാക്കിർ, പണക്കാരനായി ജീവിക്കുകയും അതിൽ നന്ദി ചെയ്യുകയും ചെയ്യുന്ന പണക്കാരനാണ് ടോപ്പ്. കാരണം അയാളെ കൊണ്ട് ഈ ഉമ്മത്തിന് കുറെ ഉപകാരം ഉണ്ട്. അപ്പൊ പാവപ്പെട്ട ആളേക്കാൾ വേഗത്തിൽ സ്വർഗത്തിലെത്തില്ല. പണക്കാര് പാവപ്പെട്ടവരുടെ 500 കൊല്ല ശേഷമാണ് സ്വർഗത്തിലെത്തുക എന്ന് പറയുമ്പോ പണക്കാര് ബേജാറാവേണ്ടതുണ്ടോ? ഇല്ല. എന്താ കാരണം? ഈ 500 കൊല്ലം ഓരോ പണി എന്താന്ന് പഠിച്ചാൽ മതി. ഓരോ പണി എന്താ? ഓരോ അള്ളഹാനോട് സംസാരിക്കുന്നു. ആ കറക്റ്റ്, സക്കാത്ത് കൊടുത്തിന്, ഷോപ്പിംഗ് മാളിന്റെ കൊടുത്തിട്ടുണ്ട്, ഫുൾ കൊടുത്തിന്, ആ യത്തീമക്കൾ തക്കാഫിൽ ഏറ്റെടുത്ത് ഇഫ്ലിലെ കുട്ടിക്ക് ഞാൻ തന്നെ ഫുഡ് കൊടുക്കില്ല. 500 കൊല്ലം അള്ളഹാനോട് മിണ്ടല ഓരോ പണി. അത് പിന്നെയും സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ ടോപ്പാണ്. അള്ളഹാനോടല്ലേ മിണ്ടുന്നത്. ഓറ് പണം ചെലവഴിച്ചതിന്റെയും സമ്പാദിച്ചതിന്റെയും കണക്ക് അള്ളഹാനോട് മിണ്ടാണവര്. ഇബ്നു ഹജർ തങ്ങൾ മിഷ്കാത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ ഫത്ഹുൽ ഇലാഹിൽ അത് വിശദീകരിക്കുന്നു. അൽ ഹൗലുൽ കൗസർ, അതിന്റെ പ്രത്യേകതകൾ തീർന്നിട്ടില്ല. ആ ഹൗലുൽ കൗസറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ട് പറയാണ്, അന ഫറത്തുക്കും അലൽ ഹൗൽ, നിങ്ങളെ ഞാൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തി നിൽക്കും.
ഐ വിൽ ബി ദർ, ഞാൻ അവിടെ ഉണ്ടാവും. വരുമല്ലോ അല്ലേ? ഒരു വല്ലാത്ത വർത്താനം കേട്ടോ അത്. അന ഫറത്തുക്കും അൽ ഹൗൽ, നിങ്ങളെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് ഞാൻ കാത്തിരിക്കും. അല്ലാ, ആ റസൂലുള്ളാഹിനെ അവിടുന്ന് കാണാനും അവിടുത്തെ കയ്യിൽ നിന്ന് കോരി കുടിക്കാനും നമുക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹൗലുൽ കൗസർ 6 രീതിയിലാണ് കോരി കൊടുക്കുക. 6 രീതിയിൽ. നേരിട്ട് കോരി കുടിക്കുന്നവരുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വാങ്ങി കുടിക്കുന്നവരുണ്ട്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൽ നിന്ന് വാങ്ങി കുടിക്കുന്നവരുണ്ട്. പിന്നെയും വിശദീകരണങ്ങൾ അൽ ഫുതുഹാത്തുർ റബ്ബാനിയ പോലുള്ള കിതാബുകളിൽ ശുഅബുൽ ഈമാനിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. പ്രധാന പാർട്ടിലേക്ക് എന്നെ ക്ഷണിക്കുകയാണ്. അന ഫറത്തുക്കും അലൽ ഹൗൽ, ഓ ഉമ്മത്തെ, നിങ്ങളെ ഞാൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് അങ്ങനെ പറയണത്? ഞാൻ നിങ്ങളെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാത്തിരിക്കും എന്ന് എന്തിനാ പറയണത്? നമ്മളെല്ലാവരും ആടെ പോയിട്ട് തങ്ങളടുത്ത് നിന്ന് കുടിക്കാൻ, വാങ്ങി കുടിക്കാൻ ആഗ്രഹം വരാൻ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയണത്. അല്ലെങ്കിൽ തങ്ങൾ എന്തിനാ ഇത് പറയേണ്ട ആവശ്യം? നമുക്കൊക്കെ ആഗ്രഹം വരണം, എന്നിട്ട് ഹൗലുൽ കൗസർ കിട്ടാനുള്ള പണി നമ്മൾ എടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് ഈ കിതാബിൽ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറത ഫഖാൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമിയ മുഅ്മിനീൻ. പള്ളി മൈതാനിയിൽ പോയിട്ട് സലാം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വ ഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇത് നമുക്കറിയുന്നത് തന്നെയാണ്. എന്നിട്ട് ശേഷം പറയുന്നത് കാണാം, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എൻ്റെ കൂട്ടുകാരെ എനിക്ക് കാണാൻ പൂതിയാവുന്നല്ലോ, എൻ്റെ കൂട്ടുകാരെ എനിക്ക് കാണാൻ പൂതിയാവുന്നു. അപ്പൊ ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, നമ്മളല്ലേ തങ്ങളുടെ കൂട്ടുകാര്, നമ്മളല്ലാത്ത വേറെ ഫ്രണ്ട്സ് തങ്ങൾക്കുണ്ടോ? ഖാല, അവിടുന്ന് മറുപടി പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ കൂട്ടുകാരും സ്വഹാബത്തൊക്കെയാണ്. എൻ്റെ കൂട്ടുകാർ, അവരെയാണ് എനിക്ക് കാണാൻ പൂതിയുള്ളത്. അവർ നമ്മുടെ കാലശേഷം വരാനുള്ളവരാണ്. അവർക്ക് എന്നെ കാണാനും ആഗ്രഹമുണ്ട്, എനിക്ക് അവരെ കാണാനും ആഗ്രഹമുണ്ട്. അവർക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ്. അവരുടെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ച് അഹിലുകാരെ മുഴുവൻ ഒഴിവാക്കേണ്ടി വന്നാലും എന്നെ ആയിരിക്കും അവർ സെലക്ട് ചെയ്യുക. അത്രയും അവർക്ക് എന്നോട് ഇഷ്ടമാണ്. സ്വഹാബത്തിന്റെ ചോദ്യം, കൈഫ തഅരിഫു മല്ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, ശേഷം വരാനിരിക്കുന്ന ഒരു ജനതയെ തങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവുക? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കുറേ ഒട്ടകങ്ങൾ ഉണ്ടാവുമ്പോ ഒരൊട്ടകത്തിന് അതിന്റെ കാലിനും മുഖത്തൊക്കെ അടയാളുണ്ടെങ്കിൽ ആ ഒട്ടകത്തിനെ വേർതിരിച്ചു മനസ്സിലാവോ? യെസ്, മനസ്സിലാവും. ഇല്ലേ? അതേപോലെ അവര് വുളു എടുക്കുമ്പോൾ മുഖവും കൈകാലുകളും നീട്ടിക്കഴുകിയത് കൊണ്ട് അവര് വരുമ്പോ തന്നെ എനിക്ക് മനസ്സിലാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ എൻ്റെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് അവരെ കാത്തിരിക്കും. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് നമുക്ക് എന്ത് മനസ്സിലായി? വുളൂഇന്റെ അവയവങ്ങൾ വുളൂഇന്റെ നേരത്ത് നീട്ടിക്കഴുകുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുന്നതാണ്. ഇതിനെ എത്ര വിശദീകരിച്ചാലോ തീരുക? സ്വഹാബത്ത് ചോദിക്കുന്നത് വേറെ ഒരു റിപ്പോർട്ടിൽ വായിച്ചിട്ടുണ്ട്. അതെ, നബിയെ, മറ്റു ഉമ്മത്തിന്റെ ആൾക്കാരാണ് ഇവര്, എൻ്റെ ഉമ്മത്ത് ഇപ്പുറത്തുള്ളവരാണ്, അങ്ങനെ വേർതിരിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഈ വരുന്നത് എൻ്റെ ഉമ്മത്തല്ല, മൂസ നബിയുടേതാണ് അലൈഹിസ്സലാം, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതാണ്. തങ്ങളുടെ ഉമ്മത്തിന് വരുമ്പോൾ തങ്ങൾക്ക് എങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവുക? അവിടെ റിപ്പോർട്ടിൽ കാണാം, മിന്നാസാരിൽ വുളൂ, അവർ വുളു എടുക്കുമ്പോൾ അവയവങ്ങൾ നീട്ടിക്കഴുകിയിട്ടുണ്ടാകും. ഉമ്മമാരെ, മോമിനീങ്ങളെ, നമ്മളെല്ലാവരും എല്ലാ ദിവസവും വുളു എടുക്കുന്നവരല്ലേ? മുഖം നീട്ടിക്കഴുകണം, കൈകാലുകൾ നീട്ടിക്കഴുകണം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും തോള് വരെ കൈ നീട്ടി കഴുകും അത്ര, തോള് വരെ, മുട്ട് വരെ കാല് നീട്ടി കഴുകും അത്രേ. ഈ ഹദീസ് പഠിച്ചതിന് ശേഷം അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ സ്റ്റൈൽ അങ്ങനെയായിരുന്നു എന്ന് കിതാബുകളിൽ വ്യാഖ്യാനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരിക്കുന്നു എന്ന ഹദീസ് പഠിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ നേരത്തും വുളു എടുക്കുമ്പോൾ അവയവങ്ങൾ നീട്ടിക്കഴുകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ കാത്തിരിക്കുന്നത്. അപ്പൊ തങ്ങൾക്ക് നമ്മളെ കാണാൻ പൂതി ഉണ്ടാവണമെങ്കിൽ നമുക്കും ആ താല്പര്യം തങ്ങളോട് ഉണ്ടാവണം. وفي هذا بشرى عظيمة لكل مؤمن جاء من بعده صلى الله عليه وسلم إلى يوم القيامة. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ മുഅ്മിനും ഏറെ സന്തോഷിക്കാൻ പറ്റിയ കാര്യമാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെന്തെ? വദാലിക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വസഫഹും ബിഅന്നഹും ഇഖ്വാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ കൂട്ടുകാരായിട്ടാണ് മുത്തുനബി അവരെ പരിചയപ്പെടുത്തിയത്. എൻ്റെ ഫ്രണ്ട്സാണ്. ഇതിനേക്കാൾ വലിയ പ്രത്യേകത എന്തുള്ളത്? ആരെ കൂട്ടുകാരെന്നാ പറഞ്ഞത്? വമാ അക്രമ, എന്തൊരു ആദരണീയമായ സ്ഥാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. ഹൈസു ജഅലഹും ഇഖ്വാനഹു വഅളാഫഹും ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തിയിട്ട് എൻ്റെ കൂട്ടുകാർ എന്നല്ലേ അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്? അല്ലേ? അതുകൊണ്ട് ഫൽവാജിബുൽ മുഹത്തം അലൽ മുഅ്മിനീന അല്ലദീന ജാഉ മിൻ ബഅദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം വരുന്ന ഓരോ മുഅ്മിനും നിർബന്ധമായും ഉണ്ടാവേണ്ട കാര്യം റസൂലുള്ളാഹിനെ എങ്ങനെയെങ്കിലും ഹൗലുൽ കൗസറിന്റെ അടുത്ത് കാണണം 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 എന്ന മോഹം, എന്ന പൂതി ഉണ്ടാവണം. റസൂലുള്ളാഹിനെ കാണാൻ വല്ലാത്ത പൂതി മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. അതിന് പ്രിയപ്പെട്ടവരെ, വുളൂഇന്റെ അവയവങ്ങൾ നീട്ടിക്കഴുകണം. വലിയ പണിയൊന്നുമില്ല. വുളൂ ശരിക്കും എടുക്കുക എന്ന് പറയുന്നത് മോമിനീങ്ങളുടെ അടയാളമാണ്. തല മുഴുവൻ തടവിയാൽ 40 പ്രാവശ്യം വുളൂ എടുത്ത കൂലിയ. 40 പ്രാവശ്യം. നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ബാക്കി വെക്കണം എന്നാണല്ലോ ഖുർആനൊക്കെ പറയണത്. ഉദാഹരണത്തിന് യാസീൻ സൂറത്തിലുണ്ടല്ലോ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. മനുഷ്യന്മാരെ അടയാളം ബാക്കി വെക്കണം എന്നാ. എന്തടയാളം? ഒന്ന് ആസാറുൽ വുളൂ, വുളൂവിന്റെ അടയാളം വേണം. ഇയാൾ മഹ്ശറിലേക്ക് വരുമ്പം തന്നെ ഇയാൾ എല്ലാ വുളൂവും മുഖം നീട്ടിക്കഴുകിയ, കൈകാലുകൾ നീട്ടിക്കഴുകിയവരായി അയാളുടെ മുഖം, കാല് പ്രകാശിച്ച ആൾക്കാരായിട്ട് വരണം. യുദഊന ഉർറം മുഅജ്ജലീൻ, അവരെ വിളിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കയ്യും കാലൊക്കെ പ്രകാശിക്കുന്നുണ്ടാവും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ പെടുത്തുമാറാവട്ടെ. ശേഷം പറയാം, ലക്കും സിയം ലൈസത്തിലെ അഹദിൻ ഗൈരിക്കും, വേറെ ആർക്കും ഇല്ലാത്ത അടയാളം നിങ്ങൾക്ക് ഉണ്ടാവും. അതെങ്ങനെ? മിന്നാസാരിൽ വുളൂ, വുളൂവിന്റെ അടയാളം. ഇത് വിശദീകരിച്ചുകൊണ്ട് ഹൗല തഫ്സീർ സൂറത്തുൽ കൗസർ എന്ന അബ്ദുല്ലാഹി സിറാജുദ്ദീൻ അൽ ഹുസൈനി തങ്ങളുടെ കിതാബിൽ പറയാം, ഹാദാ യദുല്ലു അലാ ഫളിലിൽ വുളൂ, ഇത് വുളൂവിന്റെ മഹത്വം പറയാണ് ഈ ഹദീസിൽ. വഅന്നഹു ഇബാദത്തുൻ കബഖിയത്തിൽ ഇബാദാത്തിൽ ലത്തി ലഹാ ആസാറുഹാ അന്നൂറാനിയ ഫിൽ ആബിദ്. വുളു എടുത്ത ആളിൽ വല്ലാത്ത പ്രകാശം മഹ്ശറിൽ കാണാൻ പറ്റും. ഫൽ വുളു യൂരിസുൽ മുതവല്ലിയ അൽ വദാഅത വഹിയ അൽ ഹസൻ അന്നൂറാനി വന്നളഫ. വുളുവിന്റെ അവയവങ്ങൾ നീട്ടിക്കഴുകിയ മനുഷ്യന്മാര് മഹ്ശറിലേക്ക് വരുമ്പോൾ തന്നെ ഡെക്കറേഷൻ ആയിരിക്കും. കൈകാലുകൾ വെളുത്തിട്ടുണ്ടാവും. വല്ല നഷ്ടമുണ്ടോ? എന്തായാലും നമ്മൾ വുളു എടുക്കണല്ലേ. ആ വുളു എടുക്കുമ്പോൾ നീട്ടി കഴുകണം. ഈ വയലിനെ കുറിച്ച് കമന്റ് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. യൂട്യൂബിന് ഉപരം വയൽ ഞാൻ അധികം കേൾക്കാറുണ്ട്. ആദ്യമായിട്ടാണ് നേരിട്ട് കേൾക്കുന്നത്. അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ദുനിയാവിലും ഉപകാരമില്ല, ആഖിറത്തിലും ഇല്ല.
മറിച്ച് ഇന്ന് രാത്രത്തെ ഉറങ്ങാൻ നേരത്തെ വുളു മുതൽ ഇനി നമ്മുടെ മരണം വരെയുള്ള എല്ലാ വുളുയിലും സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് വുളു എടുക്കണം. നിസ്കാരം പോലത്തെ ഒരു ഇബാദത്തല്ലേ വുളുഉം. അൽ വുളു സിലാഹുൽ മുഅ്മിൻ അല്ലേ, മുഅ്മിനിന്റെ ആയുധമാണ് വുളു എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്താൽ എൻ്റെ നാടിനെ അപേക്ഷിച്ച് ഈ നാട്ടുകാർക്ക് കൂടുതൽ നിയറസ്റ്റ് ആയൊരു സ്ഥലമാണ് മുഹിമ്മാത്തിന്റെ മുറ്റത്ത് കിടക്കുന്ന ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ. അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ തങ്ങൾ ലാസ്റ്റ് വഫാത്താവുന്ന ഘട്ടത്തിൽ ഏറെക്കുറെ അസുഖങ്ങളുണ്ടായിരുന്നു. പ്രഷറും ഷുഗറും ഡയാലിസിസ് ചെയ്യുന്നിടത്തേക്ക് വരെ എത്തിയിരുന്നു. അവസാന ഘട്ടത്തിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഘട്ടത്തിൽ വുളു എടുപ്പിച്ചു കൊടുക്കുകയാണ് ശിഷ്യന്മാര്. അവയവങ്ങളെല്ലാം കഴുകി ലാസ്റ്റ് കാല് കഴുകുന്ന ഘട്ടത്തിൽ തങ്ങളുപ്പാപ്പ ഇങ്ങനെ കുനിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഈ കുനിച്ചിലിന്റെ താല്പര്യമെന്ന് കൂടെയുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല. ചോദിച്ചപ്പോഴാണ് പറയണത്, കാല് കഴുകുന്ന സമയത്ത് കാലിന്റെ വിരലുകൾ ഇടത്തെ കൈയിന്റെ ചെറുവിരൽ കൊണ്ട് ചിക്ക കെറ്റൽ സുന്നത്താണല്ലോ, ഓരോന്നിന്റെ ഗ്യാപ്പിലിട്ടിട്ട് രണ്ട് വിരലുകൾക്കിടയിൽ. ആ സുന്നത്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന്. വഫാത്തിന്റെ തൊട്ടു മുമ്പും സുന്നത്ത് പാലിച്ചിട്ട് വുളു എടുക്കണം എന്ന് ശ്രദ്ധിക്കുന്നവരാണ് നമ്മുടെ സാദാത്തുക്കൾ. ഒരു വുളുയിൽ മാത്രം നൂറുകണക്കിന് സുന്നത്തുണ്ട്. ഇതൊക്കെ ഒന്ന് പാലിച്ചിട്ട് വുളു എടുത്തൂടെ എൻ്റെ ചെറുപ്പക്കാരായ കൂട്ടുകാരെ? അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന ലാസ്റ്റ് മൊമെന്റ് അൽ ബിദായത്തു വന്നിഹായയിൽ ഹാഫിള് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന ചരിത്രം. ശിഷ്യനെ വിളിച്ചിട്ട് വുളുപിച്ചേരാൻ പറഞ്ഞു. അങ്ങനെ വുളുപിക്കുകയാണ്. മുങ്കൈ കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ചു. മഹാന്റെ സംസാരശേഷിയൊക്കെ നഷ്ടപ്പെട്ടു. ലിസാനുഹു, മരണത്തിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തി. സംസാരം എന്നൊക്കെ പോയിട്ടുണ്ട്. ഇനി അടുത്ത നിമിഷം മരണമാണ്. അങ്ങനെ മുഖം കഴുകി കൊടുത്ത് കൈ കഴുകാൻ പോകുമ്പോ ഉസ്താദ് ശിഷ്യന്റെ കൈ പിടിക്കണ ഒരു ഫീലിങ്. അതെന്താ ഉസ്താദ്? എന്റെ ഈ നീണ്ട താടി ചിക്ക കെറ്റുക എന്നിട്ടൊരു സുന്നത്തുണ്ട്. വലിയ താടിയുള്ളവർക്ക് വെള്ളം ഉള്ളിലെത്തിക്കുക. അതിന് വിരലുകൾ ഉള്ളിലേക്ക് വെള്ളം നനച്ചതിന് ശേഷം കൊണ്ടുപോവുക. ആ സുന്നത്ത് എടുക്കാതെയാണോ മുത്തുനബീന്റെ അടുത്തേക്ക് ഞാൻ പോകേണ്ടത്? അങ്ങനെ ആ മഹാന്റെ ഇടത് കൈ വെള്ളത്തിന്റെ പാത്രത്തിലിട്ട് മുക്കിയിട്ട് ഉള്ളിലേക്ക് ചിക്ക കെറ്റുക എന്ന സുന്നത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന സുന്നിയായ പണ്ഡിതൻ വഫാത്തായി. അവരാണ് സുന്നികൾ. അവരാണ് സുന്നികൾ. നമ്മൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുകയും ചെയ്യും, സുന്നത്ത് നിസ്കരിക്കുമല്ലോ, ജമാഅത്തിനും പോല. നമ്മുടെ വുളുവിൽ എത്ര സുന്നത്ത് നമ്മൾ എടുക്കുന്നുണ്ട്? മുങ്കൈ കഴുകിയിട്ട് മിസ്വാക്ക് ചെയ്യുക എന്ന സുന്നത്ത് സ്ത്രീകൾക്ക് എന്തായാലും എടുക്കാൻ പറ്റും. കാരണം വീട്ടിലല്ലേ മിസ്വാക്ക് എന്തായാലും ഉണ്ടാവുമല്ലോ. പുരുഷന്മാർക്കും ശ്രദ്ധിച്ചാൽ എടുക്കാൻ പറ്റും. മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള 2 റക്അത്ത് നിസ്കാരം മിസ്വാക്ക് ചെയ്യാതെയുള്ള 70 റക്അത്തിനേക്കാൾ പുണ്യമുണ്ട്. അതൊക്കെ ആഖിറത്തിൽ എത്തുമ്പോഴാണ് ഓരോ മനുഷ്യന്മാരുടെ പവർ മനസ്സിലാവുക. എത്ര സുന്നത്ത് നമുക്ക് എടുക്കാനുണ്ട്. ഞാൻ ഒരൊറ്റ സുന്നത്തിന്റെ പ്രാധാന്യം പറയാം, ബാക്കി നിങ്ങൾ അതിൽ ഖിയാസാക്കിയാൽ മതി. സമജ്ന വാല ഇഷാറത്ത് കാഫിഹേന്നല്ലേ, ബുദ്ധിയുള്ളവർക്ക് സൂചന മതി, ബാക്കി അവര് മനസ്സിലാക്കിക്കോളും. ഒറ്റൊരു സുന്നത്തെ ഉദാഹരണം പറയുന്നുള്ളൂ കേട്ടോ. വുളുവിന്റെ ആദ്യ ഘട്ടത്തിൽ ഒരു സുന്നത്താണ് ബിസ്മി ചൊല്ലല്. ബിസ്മി ചൊല്ലാതെ വുളു എടുക്കുന്നതും ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബിസ്മി ചൊല്ലാതെ ഒരാൾ വുളു എടുത്താൽ വുളു സൊയ്യാവോ? ഓ, സൊയ്യാവോ ഒക്കെ ചെയ്യും. പക്ഷേ ബിസ്മി ചൊല്ലാതെ വുളു എടുത്താൽ വെള്ളം ഏതൊക്കെ അവയവങ്ങളിൽ എത്തിയിട്ടുണ്ടോ ആ അവയവങ്ങളുടെ ഒക്കെ ദോഷം പൊറുക്കും. ബിസ്മി ചൊല്ലിയിട്ട് വുളു എടുത്താല് വെള്ളം എത്തിയ അവയവങ്ങളുടെയും വെള്ളം എത്താത്ത അവയവങ്ങളുടെയും ദോഷം പൊറുക്കും. എന്ന് പറഞ്ഞാൽ
ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം എന്തായാലും എത്തുവോ? ഇല്ല. വുളുവിന്റെ അവയവാണോ ഹൃദയം? അല്ല. ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയാൽ കുറെ ഹറാമും തെറ്റൊക്കെ ഉണ്ടാവില്ലേ? യെസ്, അത് മുഴുവനും പുറത്തു കിട്ടാൻ കാരണമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊറ്റ ദിക്ർ. ഒരു സുന്നത്തിന്റെ പവർ ഇങ്ങനെയാണെങ്കിൽ ബാക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനത്തെ നൂറുകണക്കിന് സുന്നത്തുകൾ മേളിച്ച ഒരു ഇബാദത്താണ് വുളൂ. നിങ്ങൾക്ക് ഇത് ഈ ക്ലാസ്സും പ്രഭാഷണമൊക്കെ പിടിക്കുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതൊക്കെ പഴയ മാറ്ററും പഴയ വയലുമാണല്ലോ അല്ലേ? ഓൺലൈൻ മജിലിസുകളൊക്കെ വന്ന കാലത്ത് ഈ കണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് അത്ര കണ്ട് പിടിക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഉസ്താദെല്ലാം പഴയ മാറ്ററാ പറയാം. ഇതുവരെ കേൾക്കാത്ത വല്ല ദിക്കറൊക്കെ പറഞ്ഞാലേ പുതിയ താത്താമാർക്കൊക്കെ സമാധാനമുള്ളൂ. ബിസ്മില്ലാഹില്ലദീ കഞ്ച ഹർഷുഹു അൽമിൽ അസ്സമാവാതി ഫതറ സമാവാതി. വൈകുന്നേരം 5:03 44 തവണ ആരും പറയാത്ത എണ്ണവും ആരും പറയാത്ത ദിക്കറൊക്കെ ചൊല്ലിയാലേ നമുക്കൊരു റാത്താവുള്ളൂ. നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഹദീസുകളിൽ സ്വഹീഹായി സ്ഥിരപ്പെട്ട ദിക്കറും ഇബാദത്തും തന്നെ കൊണ്ട് നടന്നാൽ മതി. വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്. കൂടുതൽ ദിക്ർ ഇല്ലെന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് പറയുന്ന ആയത്തിനെ വ്യാഖ്യാനിച്ച് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ കൂടുതൽ ദിക്ർ ഇല്ലുക എന്ന് പറയുന്നതിന് താല്പര്യം എന്നാ? ഓരോ സമയത്തും ചൊല്ലാൻ നിർദ്ദേശം പറഞ്ഞ ദിക്റൊക്കെ ഉണ്ടാവില്ലേ, അത് കറക്റ്റ് ചൊല്ലുക എന്നുള്ളതാണ് കാര്യം. ഉദാഹരണത്തിന് വണ്ടി കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ, ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള ദിക്ർ, ഉറങ്ങാൻ നേരത്തുള്ള ദിക്ർ, നിസ്കാര ശേഷമുള്ള 33 സുബ്ഹാനല്ലാഹ്, രാവിലെ ഉറങ്ങിണീക്കുമുള്ള ദിക്ർ, ഇങ്ങനെ ഓരോ സമയത്തുള്ള ദിക്ർ കറക്റ്റ് ചൊല്ലുന്നതിനാണ് വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ഒരുപാട് ദിക്ർ ഇല്ലുക എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതെന്നെ മതി. അവർക്കാണ് അഅദ്ദല്ലാഹു ലഹും, അവർക്കാണ് സ്വർഗ്ഗം അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇതേ ഹദീസിനെ ചില മഹാന്മാർ ഇങ്ങനെയും വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെ? ദായിമുൽ വുളൂ, വുളൂ സ്ഥിരം കൊണ്ട് നടക്കുന്ന ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗലുൽ കൗസറിന്റെ അടുത്ത് എത്തും എന്നും വ്യാഖ്യാനമുണ്ട്. ഒന്ന് പറഞ്ഞത് വുളൂഇനെ ഭംഗിയാക്കിയവർ, രണ്ട് പറഞ്ഞത് ദായിമുൽ വുളൂ, എപ്പോഴും അയാൾക്ക് വുളൂ ഉണ്ടാവും. അത് മുഅ്മിനീങ്ങളുടെ ഒരു അടയാളാണ്, എപ്പോഴും വുളൂ ഉണ്ടാവില്ല. കാരണം വുളൂയോടെ ചെയ്യുന്ന ഇബാദത്ത് വുളൂ ഇല്ലാതെ ചെയ്യുന്ന ഇബാദത്തും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. ഉറപ്പല്ലേ? വുളൂയോടുകൂടി ഒരാൾ ഖുർആൻ ഓതിയാല് അതേ കൂലിയാണ് വുളൂ ഇല്ലാതെ ഖുർആൻ ഓതിയാൽ? അല്ല. എന്താ വ്യത്യാസം? വുളൂയോടുകൂടി ഒരാൾ ഖുർആൻ ഓതിയാല് ഒരക്ഷരത്തിന് 25 കൂലിയാണ്. വുളൂ ഇല്ലാതെ ഓതിയാൽ ഒരക്ഷരത്തിന് 10 കൂലി. അലി റളിയല്ലാഹു അൻഹു അത് പറയുന്നുണ്ട്, റൂഹുൽ ബയാൻ അത് എഴുതി വെക്കും. അപ്പൊ എപ്പോഴും വുളൂ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഈയിടെ ഒരു ഉസ്താദിന്റെ ചരിത്രം വായിച്ചു, വഫാത്തായി പോയ ഒരു ഉസ്താദിന്റെ. അവരുടെ സഹയാത്രികർ പറയാണ്, ഉസ്താദിന് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് മൂത്രമൊഴിക്കണം എന്നുണ്ടെങ്കിൽ വുളൂ എടുക്കാനും കൂടി സൗകര്യമുള്ളിടത്തെ വണ്ടി നിർത്താൻ പറയുള്ളൂ. കാരണം മൂത്രമൊഴിച്ച ഉടനെ വുളൂ എടുക്കും. വുളൂ ഇല്ലാത്തൊരു നിമിഷം ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഉറങ്ങാൻ നേരത്തെ നമുക്ക് എപ്പോഴും വുളൂ ഉണ്ടാവണം. ആ ഉറക്കത്തിലെങ്ങാനും മരിച്ചാൽ നേരെ സ്വർഗത്തേക്ക് പോകാൻ പറ്റും, വുളൂയോടുകൂടി ഉറങ്ങിയ ആളാണെങ്കിൽ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം ഭയങ്കര വയറുവേദന, വയറ്റിൽ നിന്നൊന്നും തിന്നതൊന്നും നിൽക്കുന്നില്ല, അതിസാരം ബാധിച്ചിട്ട് ലൂസായിട്ട് പോവാണ് ഫുള്ള്. മഹാനവറുകൾ വുളൂ എടുത്ത് വുളൂവിന്റെ 2 റക്അത്ത് സുന്നത്ത് സ്കരിച്ച് ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാൻ വയറുവേദന കൊണ്ട് ഉറക്കം ഞെട്ടിപ്പോയി. ഉറക്ക് പോയല്ലോ, ഉറക്കൊണ്ട് വുളൂ മുറിയും ചെയ്തല്ലോ. വേഗം 2 റക്അത്ത് വുളൂ എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി, പിന്നെയും ഞെട്ടി. വുളൂ എടുത്തു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, ഉറങ്ങി, പിന്നെയും ഞെട്ടി. ആ രാത്രി 70 തവണ ഉറക്കത്ത് നിന്ന് ഞെട്ടി. 70 തവണയും വുളൂ എടുത്തു, 70 തവണ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ഖർഖൂഷി ഇമാമിന്റെ തഹ്ദീബുൽ അസ്റാറിലുണ്ട് ചരിത്രം.
നമുക്ക് അത്രയൊന്നും ഈമാനില്ലെങ്കിലും ഉറങ്ങാൻ നേരത്തെങ്കിലും വുളു എടുക്കണം. ചിലർ ഭയങ്കര ഉടായിപ്പാ. എടാ ഇന്നല്ലേ വുളു എടുക്കണമെന്ന് ഉസ്താദ് പറഞ്ഞത്, നീ വുളു എടുത്ത? എൻ്റെ ഇശായിൻ്റെ വുളു, ചിലയാളുടെ ഇശായിൻ്റെ വുളു ഖിയാമത്ത് നാളെ വരെ മുറിയൂല. ഉറങ്ങാൻ നേരത്ത് വുളു എടുക്കണം. ആ ഉറക്കത്തിൽ മരിച്ചു പോയാലോ വുളു ഉണ്ടാവണം. ദായിമുൽ വുളു, എന്നും വുളു ഉള്ള ആള്, മുഹ്സിനുൽ വുളു, വുളു നന്നാക്കിയ ആൾ, അവരെ അനഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ നിങ്ങളെ ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് കാത്തിരിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ റസൂലുള്ളാഹിനെ നമുക്ക് ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് കാണണമെന്ന് പൂതി വരുന്നില്ലെങ്കിൽ നമുക്കെന്തോ കൽബിൽ പ്രശ്നമുണ്ട് എന്നല്ലേ അർത്ഥം. ഇന്നനാ നർജു ഇലാ കഅസി ഹൗലിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയ സയ്യിദി ഖൈറൻ നബി. ആ പാട്ടിൽ നമ്മൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, ഹൗലുൽ കൗസർ കുടിക്കണമെന്ന് പൂതി ഉണ്ടെങ്കിൽ, നമ്മൾ ഇനി മുതലെങ്കിലും ജീവിതത്തിൽ ഈ സുന്നത്ത് പാലിക്കണം. അങ്ങനെ വുളുവിൻ്റെ അടയാളവുമായിട്ട് വരുന്നവരെ എനിക്ക് പ്രത്യേകം തിരിച്ചറിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പേരെന്നെ എന്താണെന്നറിയോ? സ്വാഹിബുൽ ഹൗലുൽ മൗറൂദ്. അത് റസൂലുള്ളാഹിന്റെ ഒരു പേരാ. ഹൗലുൽ കൗസറിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു പേരുണ്ട്. ആ പേര് റസൂലുള്ളാഹിക്കുണ്ട് എന്ന് ഒരാൾ മനസ്സിലാക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹൗലുൽ കൗസറിന്റെ ആൾ എന്ന് നമ്മൾ പഠിച്ചാൽ, പിന്നെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നവർ എങ്ങനെയെങ്കിലും തങ്ങളുടെ ഹൗലുൽ കൗസർ കിട്ടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിച്ച് പണിയെടുക്കുകയും ചെയ്യുമെന്ന് ഈ പേരിനെ വിശദീകരിച്ചുകൊണ്ട് തദ്കിറത്തുൽ മുഹിബ്ബീൻ എന്ന കിതാബ് നമ്മളോട് പറയുന്നു. അതിനെന്താ വേണ്ടത്? ഹൗലുൽ കൗസർ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഹൗലുൽ കൗസറിന്റെ അടുത്ത് ആട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗം ആരെല്ലാം? ഇത് രണ്ടും നമ്മൾ പഠിക്കണം. ഉൾപ്പെടേണ്ട വിഭാഗത്തിൽ ഉൾപ്പെടാനും പാടില്ലാത്ത വിഭാഗത്തിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് കഴിയണം. എല്ലാ നബിമാർക്കും ഹൗലുണ്ട്, എല്ലാ നബിമാർക്കും ഹൗലുണ്ട്. പക്ഷെ അൽ ഹൗലുൽ കൗസർ എന്നറിയപ്പെടുന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. റസൂലുള്ളാഹിക്കാണെങ്കിൽ രണ്ട് ഹൗലുണ്ട്. ഒന്ന് മഹ്ശറിലും ഉണ്ട്, മറ്റൊന്ന് സ്വർഗത്തിലും ഉണ്ട്. വിശദ പഠനത്തിന് ഖുർത്തുബി ഇമാമിന്റെ അത്തദ്കിറ ബി അഹ്വാലിൽ മൗത വൽ ആഖിറ എന്ന കിതാബ് നോക്കിയാൽ മതി. എല്ലാ നബിമാരുടെയും ഉമ്മത്ത് അവരവരുടെ നബിമാരുടെ ഹൗലിന്റെ അടുത്തേക്കാണ് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗലിന്റെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു നബിയുടെ അനുയായി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആട്ടി ഓടിക്കല്ല ചെയ്യല്. അവരോട് കറക്റ്റ് പറഞ്ഞു കൊടുക്കും, മൂസാ നബിയുടെ മെമ്പർ അല്ലേ, അവരുടെ ഹൗല് അവിടെയാണ്, കൗണ്ടർ നമ്പർ 8 അങ്ങനെയൊക്കെ പറയണവല്ലേ അവിടെയാണ്. അത് റസൂലുള്ളാഹിക്ക് പിശുക്കായത് കൊണ്ടല്ല, അങ്ങനെ ഒരിക്കലും വായന നടത്താൻ പാടില്ല. നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മെമ്പറല്ലേ, അവിടെയാണ് അവരുടെ ഹൗല്. അത് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ മടിയുള്ളതുകൊണ്ടാണോ? അല്ല, മറ്റു അമ്പിയാക്കളായ നബി തങ്ങളുടെ കൂട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടാണ്. അതെന്തേ? എല്ലാ നബിമാർക്കും അവരവരുടെ അനുയായികൾ അവരവരുടെ ഹൗലിന്റെ അടുത്തേക്ക് വരുന്നത് ആഗ്രഹവും പൂതിയായിട്ടാണ് അവരവിടെ വെയിറ്റ് ചെയ്യണത്. എല്ലാ നബിമാരും കൂടുതൽ ആൾക്കാർ നമ്മളുടെ അടുത്തേക്ക് വരണം, എനിക്ക് കൂടുതൽ മെമ്പർമാരുണ്ടാവണം എന്ന് വിചാരിക്കുന്നവരാണ്. കൂടുതൽ ഉണ്ടാവല് നമ്മൾ നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പറയണത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗല്, ആ ഹൗലുൽ കൗസറിന്റെ അടുത്തേക്ക് വരുന്ന എല്ലാവർക്കും
ഹൗളിൽ നിന്ന് കോരി കൊടുക്കണമെന്നാണ് മുത്തുനബിയുടെ പൂതി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചിലർക്ക് തങ്ങൾ ഹൗള് നീട്ടിക്കൊടുക്കുമ്പോൾ ചിലരെ ആട്ടി ഓടിക്കും. സുഹ്കൻ സുഹ്ക, പോടാ പോടാ എന്ന് പറയും. എന്താ അവരെ ആട്ടി ഓടിക്കുന്നതെന്ന് സ്നേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് വരിക. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുള്ളയുടെ അൽ ഫതാവുൽ ഹദീസിൽ കാണാം. ആരാണ് ആട്ടിയോടിക്കപ്പെടുന്നവർ, ആരാണ് ചേർത്തു പിടിക്കുന്നവർ, അവരെ കുറിച്ചാണ് ഇനിയുള്ള പഠനം. ഒന്ന്, ആട്ടിയോടിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗം മുർത്തദ്ദായ മനുഷ്യന്മാരാണ്. എക്സ് മുസ്ലിം എന്ന അഭിമാനത്തോട് പറയുന്നവർ. നമ്മൾ പണ്ട് മുസ്ലിം ആയിരുന്നു, അതിനാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് മുസ്ലിം ആയിരുന്നു എന്ന് പറയണ എന്നെ ഒരു വല്ലാത്ത ധിക്കാരും കൂടിയാണല്ലോ. ഞാൻ ഇസ്ലാം ഒഴിവാക്കി എന്നാണല്ലോ പറയണത്. അവരാണ് ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നാട്ടിയോടിക്കപ്പെടുന്ന വിഭാഗം. ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന വാക്കുകളും കർമ്മങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിപുലമായിട്ട് ഉണ്ട്. പെടാതിരിക്കാൻ ഇൻസ്റ്റാ റീൽസ്, യൂട്യൂബ്, സ്നാപ്ചാറ്റിംഗ് പിള്ളേര് ശ്രദ്ധിക്കണം. ട്രോളുകളും പരിഹാസങ്ങളും വ്യാപകമായി ഉണ്ട്. അവസാന കാലം ആവുമ്പോൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാര്യങ്ങൾ, മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ ഇൽമിൻ്റെ അഹ്ലുകാർക്ക് തന്നെ മനസ്സിലാവില്ല, എന്നിട്ടല്ലേ ബാക്കിയുള്ളവർക്ക്. സുന്നത്തിനെ കളിയാക്കൽ, സുന്നത്തിനെ പരിഹസിക്കൽ, ആലിമീങ്ങളെ പരിഹസിക്കൽ, അതൊക്കെ കടുപ്പപ്പെട്ട കാര്യമാണ്. ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയൽ, പഴയ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്തിട്ട് പിന്നെയും കലാപമുണ്ടാക്കൽ, ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കരുത്. നമ്മൾ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കണം. സുന്നത്തിനെ കളിയാക്കിയാൽ ഇസ്ലാമൊന്ന് പുറത്തു പോകുമെന്ന് ഇമാമികൾ എഴുതി വെക്കുന്നുണ്ട്. മതചിഹ്നങ്ങളെ കളിയാക്കിയാൽ ഇസ്ലാമൊന്ന് പുറത്തു പോകും. ഒരാലിമിന്റെ സൗണ്ട് എടുത്ത് കളിയാക്കിയാൽ തന്നെ പോകും. എന്നിട്ടല്ലേ കോലം കത്തിച്ചാൽ. അതിനൊന്നും മോമിനീങ്ങളെ ദീനിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ വഅള് പറയണത്. നമ്മൾ അതിനൊന്നും നിന്നേക്കരുത്. നമുക്ക് പ്രധാനം നമുക്ക് ആഖിറാണ്. ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ ആര് ജയിച്ചാലും തോറ്റാലും നമ്മൾ ആഖിറത്തിൽ തോൽക്കരുത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസർ, കൂടുതൽ മനുഷ്യന്മാരും തോറ്റുപോകുന്നവരാണ്. നമ്മൾ തോൽക്കാൻ പാടില്ല. നീ എന്തിനാടാ കൊതിയുള്ള പോലെ അടിച്ച് തിന്നുന്നത്? നീ എന്ത് ഇങ്ങനെ ബർഗറെല്ലാം ഫുള്ള് തിന്നരുതടോ. എന്തെന്നാണ് ഇത്? ഒരു പുതിയ ആപ്പിളെല്ലാം പകുതി ബാക്കി വെക്കണോ? ഇതെന്താ നീ തിന്നുന്നത്? എന്താ ഈ പറയണത്? നിങ്ങൾ ആലോചിക്കുക. കല്യാണത്തിന് പോയ ചെറുക്കൻ അവന്റെ കൂട്ടുകാരുടെ പരിഹാസം കേൾക്കാണ്. എന്താ എടാ വിരലൊക്കെ ഈമ്പിയിട്ട് പ്ലേറ്റൊക്കെ തുടക്കുക എന്ന് പറയുന്നത് ബോറ് പരിപാടിയടാ. എനിക്ക് വേണമെങ്കിൽ മറ്റേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചെമ്പ് മന്തി വാങ്ങിത്തരാ. നീ എന്താ നീ കളിക്കണത്? ആൾക്കാരും പിന്നെ ഇങ്ങനെ തിന്നല ക്യാമറ ഒക്കെ ഉണ്ട് എന്ന്. എന്തിനാണ് കളിയാക്കണത്? വിരലീമ്പുക എന്ന സുന്നത്തിനെ, പ്ലേറ്റ് വൃത്തിയാക്കുക എന്ന സുന്നത്തിനെ. എന്താ ഇയാൾ പറഞ്ഞത്? ഇറ്റ് ഈസ് നോട്ട് എ കൾച്ചർ എസ്പെഷ്യലി എമംഗ് ദി പീപ്പിൾ. ഇവൻ്റെ അലാഖിൻ്റെ BA ഇംഗ്ലീഷിൻ്റെ ആംഗ്ലേയം ഭാഷയിൽ പ്രൊണൗൺസിയേഷൻ തെറ്റാണ്ട് പറഞ്ഞാലേ ഇംഗ്ലീഷിൽ ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാവില്ല. ഓന് ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എ കൾച്ചർ എസ്പെഷ്യലി എമംഗ് ദി പീപ്പിൾ. ആളും പിന്നെ ഇതൊന്നും കൾച്ചർ അല്ലല്ലോ. കൂട്ടരെ, നിങ്ങളുടെ കാസർഗോഡ് ഭാഷയിലും ട്രോളുകളുണ്ട് ഇപ്പം ഇഷ്ടം പോലെ. ഓരോരോ നാട്ടിലെ ഭാഷയിലും അതത് ട്രോളുകൾ വന്നിട്ട് ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന വാക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ട് മുർത്തദ്ദായിട്ടുണ്ട് എന്ന് നമുക്കോ നാട്ടുകാർക്കോ മനസ്സിലാവുമെന്ന് ചെയ്യില്ല. 65-75 കൊല്ലവും പള്ളിയിലും മക്കത്തൊക്കെ പോകുന്നുണ്ടാവും. ആധാർ കാർഡിലും മറ്റ് റേഷൻ കാർഡിലൊക്കെ നമ്മളെ പേര് മുസ്ലിമിൻ്റെ പേരും ഉണ്ടാവും. പക്ഷെ 22-ാം വയസ്സിൽ എന്നോ ഒരു തവണ ഇസ്ലാമെന്ന് പുറത്തു വന്നൊരു വാക്കോ പ്രവർത്തനമോ ചെയ്തിട്ട് ഇസ്ലാമെന്ന് പുറത്തെത്തിയിട്ടുണ്ടാവും. ആഖിറത്തിലെത്തുമ്പോൾ മനസ്സിലായാൽ 22-ാം വയസ്സിൽ തന്നെ എക്സിറ്റ് അടിച്ചിന്. ജാഗ്രത വേണം. ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടും. അല്ലാഹ് കാക്കട്ടെ. 2,
ബിദ്അത്തുകാർ അവരെ ആട്ടി ഓടിക്കും. ഫതാവുൽ ഹദീസിലുണ്ട്. അവരെയും ആട്ടി ഓടിക്കും ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന്. കാരണം വിശ്വാസ വൈകല്യങ്ങൾ വന്നവരാണ് അഹ്ലുൽ ബിദ്അ, കിലാബു അഹ്ലിന്നാർ. നരകത്തിൽ അവർ നായയുടെ കോലത്തിലായിരിക്കും എത്തുക. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളെയും കഷ്ണം കഷ്ണമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മഹാന്മാരെയും അക്ബറുകളെയും ഒക്കെ നിന്ദിക്കുന്ന ഒരു വിഭാഗമാണ് ബിദ്അത്തുകാർ. ലോകത്തെ എല്ലാ മഖബറകളും ശാപങ്ങളുടെ കേന്ദ്രമാണെന്ന് മലയാളത്തിന്റെ അക്ഷരങ്ങളിൽ പ്രസംഗിച്ച നാടാണ് നമ്മളെ കേരളം എന്ന് പറയുന്നത്. ബിദ്അത്തുകാർ. കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദുകാർ. ബിദ്അത്തുകാർ നമ്മൾ പെടണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ കയറി വരാതിരിക്കാനുള്ള സർവ്വജാഗ്രതയും വിവാഹ നേരത്തും കോളേജിലേക്ക് പറഞ്ഞു വിടുമ്പോഴും ഓരോ ഘട്ടത്തിലും ഉപ്പക്കും ഉമ്മക്കും ഉണ്ടാവണം. ബിദ്അത്തുകാരെങ്ങനെയാ ഹൗദുൽ കൗസർ കുടിക്കുക? മൗലിദ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. മാല ചെല്ലാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം ശിർക്കും കുഫറുമാക്കി. ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. മൂന്നാമത്തെ വിഭാഗം ഹൗദുൽ കൗസറിന്റെ അടുത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം മുനാഫിഖാണ്, കപട വിശ്വാസി. ഉള്ളിലൊന്നും പുറത്തൊന്നും, മനുഷ്യരെ വഞ്ചിക്കുന്നവർ, കളവ് പറഞ്ഞ് പറ്റിക്കുന്നവർ, സ്വന്തം ബിസിനസ് പാർട്ട്ണറെ പറ്റിക്കുന്ന മനുഷ്യന്മാരില്ലേ? ഉണ്ട്. അത് നിഫാഖിന്റെ അടയാളല്ലേ? അതെ. ഭാര്യയെ വഞ്ചിക്കുന്നവരില്ലേ? ഭർത്താവിനെ വഞ്ചിക്കുന്നവരില്ലേ? കൂട്ടുകാരെ പറ്റിക്കുന്നവരില്ലേ? മുതലാളിയെ പറ്റിക്കുന്നവരില്ലേ? തൊഴിലാളിക്ക് വേതനം കൊടുക്കാത്തവരില്ലേ? നാടിനും നാട്ടുകാർക്കും വലിയ സംഭാവനയും പള്ളിക്കും ഉറൂസിനും വലിയ ഡൊണേഷനും കൊടുക്കുന്നു, സ്വന്തം സ്റ്റാഫിന് മര്യാദയ്ക്ക് സാലറി കൊടുക്കണില്ല. ഇതാണോ ഇസ്ലാം? വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് വേതനം കൊടുക്കണമെന്ന ഹദീസ് മെയ് ദിനത്തിന് സ്റ്റാറ്റസ് വെക്കാനുള്ളതല്ല മോനെ. സ്വന്തം സ്റ്റാഫിനെയും സ്വന്തം സ്ഥാപനത്തിലെ ജോലിക്കാരെയും മര്യാദയ്ക്ക് പരിഗണിക്കണം, പറ്റിക്കരുത്. എപ്പോഴെങ്കിലൊക്കെ തർക്കിക്കുന്ന ഘട്ടത്തിൽ എന്തോ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ പഴയ ഓർമ്മകളിലെ തെറ്റുകളെല്ലാം ഉറക്കെ പറഞ്ഞ് തമ്മാടിത്തം പറയുന്നവർ മുനാഫിഖീങ്ങളാണെന്ന് ഹദീസിലുണ്ട്. അതിന്റെ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞത്. തമ്മിൽ തെറ്റിക്കാൻ പണ്ട് പ്രസംഗിച്ച വീഡിയോ ഒന്നുകൂടി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യൽ. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. പണ്ട് നീ എന്താ പറഞ്ഞതിന്? പണ്ട് അയാൾ നിന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? നീ എന്തെല്ലാമാണ് അയാളെ കുറിച്ച് പറഞ്ഞത്? ഇങ്ങനെ പണ്ടത്തെ കാര്യം ഇങ്ങനെ പറഞ്ഞ് തെറ്റിക്കുന്നത് നിഫാഖിന്റെ അടയാളാണ്. കളവറിയരുത്, വിശ്വസിച്ചവരെ വഞ്ചിക്കരുത്, കരാറ് പറഞ്ഞാൽ ലംഘിക്കരുത്. നാളെ തരാം, കടം വാങ്ങിയിട്ടെ നാളെ തരാം. എല്ലാവരും ഇതെന്താ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടോ? മുങ്ങുന്നൊന്നുമില്ലല്ലോ. തരാം, ആകെ 10,000 തരാം. ഇപ്പൊ അടുത്ത് തുടങ്ങിയ ഒരു അസുഖമാണ്. വലിയ റിസ്ക് ഉള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് 10,000 പണിയാണെങ്കിൽ 6,000 രൂപ അയച്ചു കൊടുക്കും. ഈ പാവത്തിന്റെ രാത്രി ഉറക്കൊഴിഞ്ഞതിന്റെയും അധ്വാനത്തിന്റെയും ആകെയുള്ള ലാഭം ഈ 4,000 ആയിരിക്കും. ഇത് കൊടുക്കൂല. തരാടോ, 6,000 അയച്ചില്ലേ, 4 തരാം. എന്ത് മുസ്ലിമാ ഈ ചങ്ങായിമാരൊക്കെ? എവിടെന്നാണ് ഇവരൊക്കെ ഇസ്ലാം അടിച്ചത്? എന്തിനാ മോനെ കയ്യിൽ കൗണ്ടർ? നിസ്കാരത്താൻ കൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ അന്ന് നിനക്ക് നരകം കണക്കാകുള്ളൂ. ഈമാനോട് മരിച്ചു കിട്ടൂല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണീരിൽ നിന്റെ പേരുണ്ടെങ്കിൽ തീർന്നു കാറ്റുപോയി. മര്യാദക്ക് പണിയെടുത്തതിന് മര്യാദക്ക്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഡിസൈനേഴ്സ് ആണ്. ഡിസൈൻ ചെയ്ത കുട്ടികളുണ്ടാവും. ഒരു ഉറൂസിനോ ഒരു പരിപാടിക്കോ ഡിസൈൻ ചെയ്ത് ക്യാഷ് കൊടുക്കൂല. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്നല്ലേ? തരാം. എത്ര പൈസ ഉണ്ടെങ്കിലും അത് കൊടുക്കൂല. അത് നമ്മളെ സ്വന്തക്കാരാണ്.
വയലിന് വന്ന് എനിക്ക് ഭയങ്കര ഹദിയ. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദന്മാർക്ക് കാര്യമായിട്ട് ശമ്പളം കൊടുക്കണില്ല. എവിടെന്നാ ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കണത്? ആരാ ഇതൊക്കെ പഠിപ്പിച്ചേക്കണത്? കൂലി കൊടുക്കണം. അവര് നമ്മളെ വിശ്വസിച്ചിട്ടാണ് ഈ ജോലിയെല്ലാം ചെയ്യണം. മുതലാളിമാര് നന്നായി ശ്രദ്ധിക്കണം, നിഫാഖിന്റെ പണിയെടുക്കരുത്. നെക്സ്റ്റ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവർ. നാലാമത്തത്, മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഔദുൽ കൗസർ കിട്ടൂല, ആട്ടി ഓടിക്കപ്പെടും. കോളറിന്റെ വേക്കുന്ന പിടിച്ചു കൊണ്ടുവന്ന് പറയുന്ന പോലെ ആട്ടി ഓടിക്കപ്പെടും. ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത്. ബൈക്ക് എടുത്തിട്ട് പോകുമ്പോ ബുള്ളറ്റാണ് എടുത്തു പോകണമെങ്കിൽ അതിന്റെ ബുള്ളറ്റിന്റെ ഏതെങ്കിലും പാർട്ട് അഴിച്ചു കളഞ്ഞിട്ട് ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് സർവ്വയാത്രക്കാർക്കും സഹയാത്രികർക്കും ചെവി പൊട്ടുന്ന രീതിയിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റ് ഓടിക്കരുത് എന്ന് ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, വയലിന്റെ പകുതിക്ക് ഭാര്യ വിളിച്ചിട്ട് അർജന്റായിട്ട് പോകുന്ന ഒരാൾക്ക് വണ്ടി യഥേഷ്ടം എടുത്ത് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ശേഷം വന്ന ഓരോരുത്തരും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വഴിയോട് നീ കടപ്പാട് നിർവഹിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയോടുള്ള കടപ്പാടാണത്. അപ്പോ ഹോൺ അടിച്ചിട്ട് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഇല്ല. അലക്ഷ്യമായി വണ്ടി പാർക്ക് ചെയ്തിട്ട് സർവ്വ മനുഷ്യന്മാർക്കും എടുക്കാൻ കഴിയാതെ വെസ്റ്റ് കോസ്റ്റിന് തിരിച്ചു കൊണ്ട ഉസ്താദിന് ട്രെയിൻ മിസ്സായാൽ നമ്മൾ കുറ്റക്കാരാവില്ലേ? കുറ്റക്കാരാവും. നമ്മളല്ലേ അലക്ഷ്യമായിട്ട് വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ പാർക്ക് ചെയ്യാൻ പറ്റുമോ മുസ്ലിം? ഇല്ല. യഥാർത്ഥത്തിൽ ട്രാഫിക് സിഗ്നലോ പോലീസോ ഒന്നും അല്ല മുസ്ലിമിനെ നിയന്ത്രിക്കേണ്ടത്. പിന്നെ മുസ്ലിം ആണെങ്കിൽ ഒരു ട്രാഫിക് നിയമവും തെറ്റിക്കൂല. കാരണം നേരത്തെ തന്നെ അവരെ കൺട്രോൾ ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വഴിയോട് കുറെ കടപ്പാടുണ്ട്, അത് ശരിക്കും നീ നിർവഹിക്കണം എന്ന്. വഴിയോട് 14 കടപ്പാടുകൾ ഫതുഹുൽ ബാരി ഹദീസുകൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആവശ്യമുള്ളവർ കിതാബിൽ നോക്കാവുന്നതാണ്. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കൂടപ്പറപ്പുകളെ ബുദ്ധിമുട്ടിക്കരുത്. അവരെ ബുദ്ധിമുട്ടിച്ചാൽ ഈമാനില്ലാത്ത മരണത്തിന് കൂടുതൽ സാധ്യതയാണ്. എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരേ കുറ്റമല്ല കേട്ടോ. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. ഒരുത്ത മുഅ്മിനാവൂല. നബി തങ്ങൾ പറയണ തന്നെ ഓൾറെഡി സ്വാദിഖുൽ മസ്തൂഖായോണ്ട് സത്യമേ പറയുള്ളൂ. സത്യം ഇട്ടിട്ട് 3 വട്ടം സത്യം ഇട്ടിട്ട് പറയുമ്പോ സ്വഹാബത്ത് തന്നെ ഖാലൂ, സ്വഹാബത്ത് ചോദിച്ചു ആര് മുഅ്മിനാവൂല എന്നാ തങ്ങൾ ഇങ്ങനെ സത്യമൊക്കെ ഇട്ടിട്ട് പറയണത്? അയൽവാസിക്ക് ഒരാളെ പേടിയുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാവൂല. ഒരാൾ വണ്ടി എടുത്തിട്ട് വരുമ്പോൾ തന്നെ പാവപ്പെട്ട അയൽവാസികൾ മുട്ടുപറക്കേ, അല്ലാ എന്തൊക്കെ പറഞ്ഞക്കോ, മിന്നാന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ടേക്ക് എത്തിയുണ്ടെന്ന് പറഞ്ഞക്കോ. ഹാജിയാരെ പേടിയുണ്ടെങ്കിൽ ഹാജിയാർ മുഅ്മിനായിട്ടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അയൽവാസിക്ക് നമ്മളെ പേടിയുണ്ടെങ്കിൽ നമ്മൾ മുഅ്മിനായില്ല എന്നാണ് ഹദീസെങ്കിൽ, MDM ഉപയോഗിക്കുന്നവനക്ക് സ്വന്തം ഭാര്യയൊക്കെ എന്നെ ഓനെ പേടിയാണ്. കുത്തിക്കൊന്നു കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറത്ത് എന്ന ന്യൂസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യക്കും മക്കൾക്കും പേടിയാണ് കള്ളൂടിയാനെ. ലഹരി ഉപയോഗിക്കുന്നവര് ഓ മുഅ്മിനാവോ? ഇല്ല. അയൽവാസിക്ക് തന്നെ ഇയാളെ പേടിയുണ്ടെങ്കിൽ ഇയാൾ മുഅ്മിനാവൂലെങ്കിൽ ഭാര്യക്ക് പേടിയുണ്ടെങ്കിൽ പറയാണ്ട. ചില ഭർത്താക്കന്മാര് അഭിമാനത്തോടെ പറയും, ഞാൻ വീട്ടിൽ കയറിയാൽ പിള്ളേർ പിന്നെ മിണ്ടില്ല. ആ ഒരു പാമ്പ് കയറിയാലും അങ്ങനെ തന്നെ ആരും മിണ്ടൊന്നുമില്ല. ഏറ്റവും മോശം മനുഷ്യൻ ആരാണെന്ന് കിതാബിൽ ഒരു ചർച്ചയുണ്ട്. ഭാര്യയും മക്കളും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ച് കളിച്ച് വർത്താനം പറയാണ്. ആ ചിരി തമാശകളെല്ലാം ഇയാൾ വീട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റോപ്പ് ആകുന്നുണ്ടെങ്കിൽ ഇയാളാണ് ഏറ്റവും മോശം മനുഷ്യനെന്ന് കിതാബുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ആർക്കും ബുദ്ധിമുട്ടാവരുത്. ഒരാളെ കളിയാക്കി ചിരിക്കരുത്, ആരെയും ട്രോൾ ചെയ്യരുത്.
ഇമോജി കൊണ്ടും കളിയാക്കരുത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് മാത്രമല്ല, എഴുത്ത്, ചിഹ്നങ്ങൾ, ഇതെല്ലാം ഗീബത്ത് തന്നെയാണ്. മറ്റുള്ള ആളെ വിഷമിപ്പിക്കുന്ന എന്തെല്ലാം വർത്താനുണ്ടോ അതൊക്കെ ഗീബത്താണ്. അത് അയാളുടെ ഭാര്യനെ കുറിച്ചാവാം, അല്ലെങ്കിൽ അയാളുടെ വണ്ടിനെ കുറിച്ചാവാം, അയാളുടെ പേൻറ്റിനെ കുറിച്ചാവാം, അയാളുടെ തലീക്കെട്ടിനെ കുറിച്ചിട്ടാവാം, അയാളുടെ സ്വഭാവത്തെ കുറിച്ചാവാം, അയാളുടെ ഇബാദത്തിനെ കുറിച്ചാവാം, അയാളുടെ ശാരീരിക പ്രകൃതിയെക്കുറിച്ചാവാം. അയാളെ വിഷമിപ്പിക്കുന്ന, അയാൾ ഡയറക്റ്റ് ബന്ധമുള്ളതോ ഇൻഡയറക്റ്റ് റിലേറ്റഡ് ആയതോ ആയ ഏത് കാര്യത്തിന് കുറ്റം പറയലും അത് ഗീബത്താണെന്ന് അൽ അദ്കാർ മിൻ കലാമി സയ്യിദുൽ അബ്റാർ എന്ന കിതാബിൽ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അവർക്കാണ് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈൽ എന്ന നരകം. മനുഷ്യന്മാരെ ഗീബത്ത് പറയുന്നവർക്ക് അതിനൊന്നും നിൽക്കരുത്. അപ്പോൾ നമ്മൾ ആർക്കും ബുദ്ധിമുട്ടാവരുത്. അപ്പം നമ്മളെ വീട്ടിൽ ഷവായി ഫ്രൈ പാചകം ചെയ്യുന്നു, ഡ്രൈ ചിക്കൻ ഗ്രില്ല് ചൂടുന്നു, അല്ലെങ്കിൽ ഷവർമ്മയാണ് പാചകം ചെയ്യണത്. അതിൻ്റെ വാസന അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി. അപ്പുറത്തെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മേലേന്ന് വീണ് മരിച്ചുപോയ ഒരാളുടെ വിധവയായ ഭാര്യയും അവരുടെ അനാഥ മക്കളുമാണ്. അവർക്ക് ഈ മണം അടിച്ചിട്ട് അല്ലാ ഇങ്ങനത്തെ എപ്പ നമുക്ക് തിന്നാന്നുള്ളൊരാഗ്രഹവും മനസ്സിന് വിഷമം വന്നെങ്കിൽ നമ്മൾ നല്ല മുഅ്മിനാണോ? അല്ല. അബൂദാബിയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ 9ാം നിലയിലാണ് താമസിക്കുന്നത്, 10ാം നിലയിൽ താമസിക്കുന്നു. അവിടുന്ന് കുട്ടികൾ ഓടിക്കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒച്ചപ്പാടിൽ 8ാം നിലയിൽ താമസിക്കുന്ന ഉമ്മാമക്കും ഉപ്പാപ്പക്കും ഉറക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ വീട്ടുകാരൻ നല്ല മോന് അല്ല. അല്ല, കണ്ടോ? നമ്മൾ മുസ്ലിം തീവ്രവാദിയാവോ? ഇല്ല. ഭീകരവാദിയാവോ? ഇല്ല. ഉഗ്രവാദിയാവോ? ഇല്ല. ഇസ്ലാം പഠിച്ച ഒരു മനുഷ്യൻ ഒരു ഉറുമ്പിനെ പോലും ബുദ്ധിമുട്ടിക്കൂല. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കലം മഷിക്കുപ്പിയിൽ കുത്തിയിട്ട് എഴുതുന്നു, മഷി തീർന്നാൽ പിന്നെയും മഷിക്കുപ്പിയിൽ കുത്തുന്ന എഴുതുന്നു. അപ്പോഴാണ് ഒരു ഈച്ച വന്നത്. കിതാബിൻ്റെ എഴുത്ത് നിർത്തിയിട്ട് ഈച്ച മഷി കുടിച്ചോട്ടെ എന്ന് കാത്തിരിക്കുകയാണ്. അക്കാരണം കൊണ്ട് ഗസാലി ഇമാമിന് എത്ര പവർ കിട്ടി കണ്ടോ? നിസ്കരിക്കുന്ന പെണ്ണല്ലേ, പക്ഷെ പൂച്ചനെ കെട്ടിയിട്ടു പോയി നരകത്തിൽ. തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നായൻ്റെ ദാഹം മനസ്സിലാക്കി അതിൻ്റെ വേദന തിരിച്ചറിഞ്ഞ് അതിൻ്റെ ദാഹം മാറ്റാൻ ഷൂ ഊരിയിട്ട് വെള്ളം കോരി കൊടുത്തപ്പോൾ കിട്ടിയില്ലേ സ്വർഗം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും പ്രയാസപ്പെടുത്തരുത്, ആരെയും വേദനിപ്പിക്കരുത്, ആരെയും കളിയാക്കരുത്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. സ്റ്റിക്കർ സംസ്കാരമൊക്കെ ഉണ്ടല്ലോ. എടാ എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ മരിക്കാനായിട്ടുണ്ട്, ഒരു ഇന്നാലില്ലാഹി വ ഇന്നാലി റാജിഉവിൻ്റെ 2-3 മോഡൽ സ്റ്റിക്കർ അയക്കുമെന്ന് ചോദിക്കുന്ന പുതിയ കാലത്തെ വൃത്തികേട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആത്മീയ ചൈതന്യത്തെ പോലും ട്രോളുകളിലും സ്റ്റിക്കറിൽ ഒതുക്കുന്ന ഒരു കാലത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ ശബ്ദം ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ പറ്റും? ഇല്ല. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബിയേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത് എന്ന് മദീനത്ത് മാത്രമുള്ള നിയമമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് മാത്രമുള്ള നിയമമാണോ? അല്ലല്ലോ. മൗലിദിന്റെ മജ്ലിസിൽ, ഹദീസിന്റെ ക്ലാസ്സിൽ, ഷമാഇലിന്റെ ദർസിൽ അതൊന്നും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആള് ഡോർ മെല്ലെ അടക്കുള്ളൂ. റൂമിന്റെ ആയാലും ശരി, കാറിന്റെ ആയാലും ശരി, ഗ്ലാസ് മെല്ലെ വെക്കുള്ളൂ ടേബിളിന്റെ മേലെ, ഫ്ലഷ് മെല്ലെ അടിക്കുള്ളൂ. ആരെയും തുറച്ചു നോക്കൂല, ആരെയും വേദനിപ്പിക്കൂല. കണ്ടോ? കണ്ടോ? ഇതല്ലേ ഒരു നബി സ്നേഹം എന്ന് പറയണത്. സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇടക്കിടെ മാറ്റിക്കൊണ്ടിരിക്കലും ഞാൻ മദീനയിലെത്തിന്ന് സ്റ്റാറ്റസ് ഇടലും ആണോ ഈ മഹബത്ത് എന്ന് പറഞ്ഞാൽ? അല്ല. ഒരു നബി ജീവിതം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുക, ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. 10 കൊല്ലം ഖിദ്മത്തെടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? അനസു യാ ബുനയ്യ, ഓ കുഞ്ഞുമോൻ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ. ഒരു മുസ്ലിമിനോടും ഒരു അമുസ്ലിമിനോടും ആരോടും വെറുപ്പില്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫൽ, മോൻ അങ്ങനെ ജീവിക്കണം.
വദാലിക മിൻ സുന്നത്തി, അതാണ് എൻ്റെ ജീവിതം. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അതെന്നല്ല എന്നോടുള്ള പ്രേമം. വമൻ അഹബ്ബനി, എന്നെ ആത്മാർത്ഥമായി അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ കാന മഈ ഫിൽ ജന്ന, എന്നെ കാണത്തക്ക വിധത്തിൽ സ്വർഗത്തിൽ എന്നോട് അടുത്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും സ്വർഗത്തിലെത്തുക. അപ്പൊ ഒരു നബി ജീവിതം ഉള്ള ആൾ എന്താ ചെയ്യേണ്ടത്? ആരെയും ബുദ്ധിമുട്ടിക്കൂല. കൂക്കി വിളിക്കോ? ഇല്ല. കളിയാക്കുവോ? ഇല്ല. പരിഹസിക്കുവോ? ഇല്ല. നമ്മുടെ ഭാഗത്താണ് ശരി, എന്നിട്ടും നമ്മൾ അവിടെ ഒരു തർക്കത്തിന് പോകണ്ട എന്ന് കരുതിയിട്ട് നമ്മൾ തർക്കം ഒഴിവാക്കിയാൽ, മോനെ സ്വർഗത്തിന്റെ മധ്യത്തിൽ ഞാനൊരു വീട് നിനക്ക് വാങ്ങിത്തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വർത്താനാ പറഞ്ഞേ നോക്കി നിങ്ങള്, എന്ത് വർത്താനം അങ്ങോട്ട് പറഞ്ഞേക്കണത്. ഇന്നോവ ക്രിസ്റ്റ എടുത്തിട്ട് പോകുമ്പോ ഓട്ടോ ഡ്രൈവർ റോങ് സൈഡിൽ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചവിട്ടേണ്ടി വന്നു. ശരി നമ്മുടെ ഭാഗത്താണ്, അയാളുടെ ഭാഗത്താണ് റോങ്, അതുകൊണ്ടല്ലേ റോങ് സൈഡ് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ ഓട്ടോ ഡ്രൈവർ നമ്മളോട് പറയണേ നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കണത്, എന്നിട്ടും ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ ഈ ഹദീസ് ഓർമ്മിച്ചിട്ട് നമ്മളെ ദേഷ്യത്തിന് ബ്രേക്ക് ചവിട്ടി. എങ്കിൽ മോനെ നിനക്ക് സ്വർഗത്തിൽ ഒരു വീട് ഞാൻ വാങ്ങിത്തരും എന്ന് പറഞ്ഞാല്, ഇതാ ഈ രേഖ എടുത്തിട്ട് പോയിട്ട് സ്വർഗം എനിക്ക് കൊടുക്കണം, ബൈ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാണിച്ചു കൊടുത്താൽ മതി, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്താ വാർത്താനത്. 2500 രൂപ ഫ്രെയിമിനുള്ള പുതിയ ഗ്ലാസ് സ്പെക്സ്, അത് നിസ്കാര ശേഷം അവിടെ നമ്മൾ അങ്ങനെ ഊരി വെച്ചതാ. ഒന്നാം സ്റ്റെപ്പിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് പോകുമ്പോ അത് ചവിട്ടി, ഒറ്റ ചവിട്ടലിൽ 2500 രൂപ ഒറ്റയടിക്ക് തവിട് കൂടിയായി. എന്നിട്ട് നമ്മളാകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അയാള് ഉസ്താദ് ഈ ഗ്ലാസ് ഒക്കെ വെക്കണത് ഇങ്ങോട്ട്. അപ്പൊ നമ്മള് കാലിനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ തർക്കത്തിന്റെ ഡോറ് ക്ലോസ് ചെയ്താൽ, പൊന്നു മോനെ ഞാൻ വാങ്ങിത്തരൂടോ, അതും സ്വർഗത്തിന്റെ മധ്യത്തില് ഞാൻ വാങ്ങിത്തരും. ഏതാ വർത്താനം നോക്കി നിങ്ങള്. കഴിയണം കൂട്ടുകാരെ. വയലിന് കമന്റ് ഒന്നും പ്രത്യേകിച്ച് വേണ്ട, ഈ വയലിനെ കുറിച്ച് ഒരു കമന്റും വേണ്ട, മറിച്ച് ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. നല്ലൊരു മനുഷ്യനാവുക, എന്ത് രസമുണ്ടാവും, ആർക്കൊരു ബുദ്ധിമുട്ടില്ല. എന്തിനായി ട്രോൾ? ഡെയിലി 200-300 റീൽസുകൾ കണ്ട് ട്രോളുകളിൽ ജീവിച്ചാൽ എങ്ങനെയാ നമ്മൾ ട്രോളാതിരിക്കുക മനുഷ്യന്മാരെ? ഇപ്പൊ ഒരു 18-ാം വയസ്സിലെ ആക്സിഡന്റ് ആയിട്ട് മരിച്ച ഒരു പയ്യൻ ആഖിറത്തിലെത്തിയാൽ ഇപ്പൊ എന്താ ഏട് വായിക്കുക? 18-ാം വയസ്സിലാണ് മരിച്ചത്. അതല്ല എനിക്കറിയാം, ഞാനല്ലേ എൻ്റെ റൂഹ് പിടിക്കാൻ മലക്കനെ അയച്ചത്. ചെയ്ത കാര്യങ്ങൾ വായിക്കട ഏടുന്ന് 15-ാം വയസ്സിലാണ് പ്രായപൂർത്തിയായത്. യെസ്, വായിക്കുക. 3 കൊല്ലം കൊണ്ട് ചെയ്തു തീർത്ത കാര്യങ്ങൾ. പറഞ്ഞോളി. 4,08,236 വീഡിയോസ് യൂട്യൂബ്, ഇൻസ്റ്റാ, റീൽസ് വഴി കണ്ടു എന്നല്ലാണ്ട് പിള്ളേർ ഇപ്പം എന്താ വായിക്കാനുണ്ടാവുക? ലാസ്റ്റ് സീൻ തൊടെ 2:30-3:00 വരെ ഇങ്ങനെ കാലം തീർത്തിട്ട് ഇങ്ങനെ ബൂട്ട് കെട്ടുന്നതും അഴിക്കുന്നതും ഓരോ ഭാഷകളിലുള്ള ട്രോളും, ഇതൊക്കെ എന്തിനാ എൻ്റെ പൊന്നുമക്കളെ? ഈ ഉറൂസ് സാക്ഷി നിർത്തിയിട്ട് ഞാൻ നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാം, ഇവിടെ ഒരു വലിയ കിടക്കുന്നുണ്ട്. ഈ വലിയൻ്റെ ഒരു മദത് പ്രതീക്ഷിച്ചിട്ടാണ് കാസർഗോഡ് ഏരിയയിലുള്ള ഉറൂസുകളുടെ ഒരു പ്രത്യേകത തന്നെ. ദുബായിലും ഖത്തറിലും അബുദാബിയിലൊക്കെ ഉള്ള പരിചയക്കാർ മിക്കപ്പോഴും ഉറൂസ് പരിപാടികളിൽ സജീവമായിട്ട് കാണാം. എപ്പം വന്നു? ഉറൂസിന് വന്നു, ഉറൂസിനായിട്ട് വന്നു. യെസ്, അതൊരു ബർക്കത്ത ഉസ്താദേ. കണ്ടോ, ഞാനിങ്ങോട്ടേക്ക് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ എത്ര ചെറിയ ചെക്കന്മാരാ വോളണ്ടിയേഴ്സായിട്ട് സജീവമായിട്ട്. അവരൊക്കെ ഈ വലിയനോടുള്ള ഇഷ്ടവും ഉപ്പമാരും ഉമ്മമാരും പഠിപ്പിച്ച ഒരു ഈമാനിക ബോധത്തിലും അല്ലേ. ഈ ഇഷ്ട ആത്മാർത്ഥത്തോടെയാണെങ്കിൽ ഈ സമയം കളയുന്ന ഇത്തരം ഈ റീൽസുകളിൽ നിന്നൊക്കെ ഒന്ന് മാറുക. അൽഗോരിതമല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. എന്താണോ നമ്മൾ ഓരോ ആപ്പ് വഴിയും വീഡിയോസ് കാണുന്നത്, അത് റിലേറ്റഡ് ആയ വീഡിയോസ് തന്നെയാണ് പിന്നെയും അതിൽ വന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് നമ്മൾ നല്ലവരായി മാറുക. കുറേ കളിയാക്കലുകൾ കാണുമ്പോൾ നമ്മളും കളിയാക്കുന്നവരായി മാറും. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 5 എന്തഞ്ച്? ഹൗലുൽ കൗസറിൻ്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുന്ന വിഭാഗങ്ങളിലെ 5ാമത്തെ വിഭാഗം, തെറ്റുകുറ്റങ്ങളെ നിസ്സാരമാക്കുന്നവർ. അങ്ങനെ നോക്കിയപ്പോ നടക്കുമെന്ന് കല്യാണമെല്ലാം എന്ത് ഉസ്താദ് ക്യാമ്പസ് അല്ലേ? ഹരാരയിലെ സിംബാവ ജോഹന്നസ്ബർഗിലായിട്ട് ജീവിച്ചിട്ട് ഇത് ക്യാമ്പസ് അല്ലേ?
കണ്ടോ? തെറ്റ് ചെയ്യുക മാത്രമല്ല, തെറ്റിനെ നിസ്സാരാക്കുക. അല്ലാ, അടുത്തത് കൂടി ചേർത്ത് വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. 6 തെറ്റ് പരസ്യമാക്കുന്നവർ. ചെയ്ത തെറ്റ് ഒരു ഹറാം, എന്നിട്ട് അത് സ്റ്റാറ്റസ് വെക്കുക. എന്ത് ധിക്കാരാടോ ചെയ്യണത്? അള്ളാഹിനോട് കളിക്കുന്നതിനൊരു പരിധി വേണം കേട്ടോ മക്കളെ. ഹറാം ഏതായാലും ചെയ്തു, എന്നിട്ടത് സ്റ്റാറ്റസോ. കുടുംബത്തിലാണും പെണ്ണും ഇടകലർന്നിട്ട് സർവ്വ ഫോട്ടോസും എടുത്തു, ഹറാം. അന്യ സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്നിട്ടുള്ള വീഡിയോസ്, ഹറാം. നീ കെട്ടാനിരിക്കുന്ന പെണ്ണ് എൻഗേജ്മെന്റിന്റെ അന്ന് നീയും ഓളും കൂടി ഫോട്ടോ എടുത്തു, എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊടുക്കും വിധത്തിൽ ഏതെങ്കിലും ബുഗാട്ടിയിലോ മറ്റോ കയറിയിട്ട് നീ ഇങ്ങനെ പരസ്യപ്പെടുത്തുന്ന വീഡിയോ. ധിക്കാരത്തിനും ഒരു പരിധിയുണ്ട് മോനെ, ഒരു പരിധിയുണ്ട് ധിക്കാരത്തിന്. ഇൽഹാറുൽ മഅസിയ, തെറ്റിനെ പരസ്യമാക്കുക. വഹുവ അബ്അദു അനിൽ മഗ്ഫിറ, ആ തെറ്റ് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മുല്ല അലി അൽ ഖാരി റഹ്മത്തുള്ളാഹി എഴുതി വെക്കുന്നുണ്ട്. നീ തെറ്റ് ചെയ്യുകയും ചെയ്യാ, അതിനെ ന്യായീകരിക്കുകയും ചെയ്യാ. 1. 5-ാമത്തെ പറഞ്ഞത് 6, നീ തെറ്റ് ചെയ്യാ, അത് വീഡിയോ എടുക്കുക. 2, അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. 3, കുറച്ച് ഓവറായി പോയിട്ടോ. ബൈലാവിമാമ് പറയുന്നുണ്ട്, മരിക്കണ സമയത്ത് കഴുത്തിൽ നിന്ന് ഈമാനിന്റെ മാല ഊരിയിട്ട് കുഫറിന്റെ മാല ധരിപ്പിക്കുമോ എന്ന പേടി വേണം. എന്താണ് ഈ കല്യാണത്തിലൊക്കെ നമ്മൾ നടത്തിക്കൂട്ടുന്നത്? എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായിട്ട് പറയാ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു ശരീരം പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. വിരലിന് ഇവിടെ ഒരു മുറിവോ പഴുപ്പോ വന്നാല് ശരീരം മുഴുവൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പനി ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ശരീരത്തിന്റെ സ്നേഹം, അല്ലേ? ഗസയിലും റഫയിലുള്ള മുഅ്മിനീങ്ങൾ ഒരു നേരത്തെ അന്നവും ആഹാരവും കിട്ടാൻ കഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ ചോക്ലേറ്റിന്റെ പർവ്വതവും കൂമ്പാരവും വീഡിയോസ് എടുത്ത് വിടുന്നതിന്റെ കാര്യം എന്താ? ഇവിടെയുള്ള ഈ ചോക്ലേറ്റ് മൊത്തം തിന്നാനൊന്നുമല്ല, പിന്നെ അതിങ്ങനെ ഒരു വീഡിയോ എടുത്ത് റീലാക്കണം, ദെൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് 5 തിജ്ജും 8 ലൈക്കും 6 തീയും കിട്ടണം. വേറൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇത് നമ്മളൊക്കെ മാറ്റണം. ചെയ്ത തെറ്റിനെ പരസ്യപ്പെടുത്തുന്നവൻ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടും. 6. 7, തെറ്റ് സ്ഥിരമായി ചെയ്യുന്ന മനുഷ്യന്മാര്. ഈ ലവ് അഫെയറിലുള്ള മനുഷ്യന്മാർക്ക് പിന്നെ തന്നെ ഉണ്ടാവുള്ളൂ, എപ്പം തെറ്റന്നല്ലേ. എപ്പോ രാത്രി ഹറാമായ വീഡിയോസ്. അയാൾക്ക് എങ്ങനെയാ ഹൗലുൽ കൗസർ കിട്ടുക? അവരെ തഗാബി എന്നാ പറയാ. അവര് വേഗം മുനാഫിഖായി പോവും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇവരൊക്കെ തൗബ ചെയ്ത് നന്നായാലോ എന്നൊരു ചർച്ചയുണ്ട് കിതാബിൽ. ഈ പറഞ്ഞ വിശദീകരണങ്ങൾ മുഴുവനും അബുൽ ഖാസിമുർ റസ്സാഖ് റഹ്മത്തുള്ളാഹിയുടെ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിലുണ്ട്. മുത്തഅല്ലിമീങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ കിതാബ് ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കുന്നത്. ഈ തെറ്റ് ചെയ്ത മനുഷ്യന്മാരൊക്കെ തൗബ ചെയ്ത് നന്നായാലോ, എന്നാൽ ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കപ്പെടുമോ? ആ, നാട്ടി ഓടിക്കും. തൗബ ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അവരെ തിരിച്ചു വിളിച്ചിട്ട് ഹൗലുൽ കൗസർ കൊടുക്കും. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരുമാറാവട്ടെ. റജബ് തൗബ ചെയ്യാനുള്ള മാസമാണ്. ബയ്യിൽ സ്വഹീഫതക സൗദാഅ ഫീ റജബിൻ ബിസ്വാലിഹിൽ അമലിൽ മുൻജീബിൽ അല്ലഹബി. കറുത്തുപോയ ഏടുകളെ, തെറ്റുകളാൽ കറുത്തുപോയ ഏടുകളെ വെളുപ്പിക്കാനുള്ള മാസമാണ് റജബ്. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു പുറത്തേരുമാറാവട്ടെ. 8-ാമത്തെ വിഭാഗം ഹൗലുൽ കൗസറിനെ കളവാക്കിയവരെയും ഹൗലുൽ കൗസറിന്റെ അടുത്ത് നാട്ടി ഓടിക്കും. അങ്ങനെ ഒരു ബിദ്അത്തുകാരുണ്ടായിരുന്നു, ഒരു വിഭാഗം. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു വിഭാഗം. ഹൗലുൽ കൗസർ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ വിഭാഗവും മുൻകാലത്തുണ്ടായിരുന്നു.
അത്തരം വിഭാഗം ഇനിയുള്ള കാലത്തും വന്നുകൂടായിയൊന്നുമില്ല. അങ്ങനെയൊക്കെ വെള്ളം ഉണ്ടാവും. അങ്ങനെ സയൻസ് വെച്ചിട്ടും അത് അളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. അങ്ങനെ കളിയാക്കുന്നവർക്കും ഹൗദുൽ കൗസർ ഇല്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹൗദുൽ കൗസറിനെ നബിയെ നമ്മൾ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അൽ കൗസർ എന്നുള്ളതിന് 20 വ്യാഖ്യാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങിയത്. ഒന്ന് പറയാനുള്ള ശ്രമത്തിലാണ് മൗലാർ ഉള്ളത്. ഇപ്പോ നോക്കാം പൂർത്തിയാവോ. അൽ കൗസർ, ഹൗദുൽ കൗസർ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞ നന്മ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും വുളു ഉണ്ടാവണം. വുളു നന്നായിട്ട് എടുക്കണം. സുന്നത്തുകളൊക്കെ പാലിച്ച് വുളു എടുക്കണം. 3 സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് ഹൗദുൽ കൗസറിന്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കും. അതെങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, വമൻ റഗിബ അൻ സുന്നതി, എന്റെ സുന്നത്തിനെ അവഗണിച്ച് ജീവിച്ചവർ, മലക്കുകൾ അവരെ ഹൗദുൽ കൗസറിന്റെ അടുത്ത് മാറ്റി നിർത്തും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹൗദുൽ കൗസറിന് രണ്ടാമത്തെ അർത്ഥം, അൽ കൗസറിന്റെ രണ്ടാമത്തെ അർത്ഥത്തിലേക്കാണ് അടുത്ത പോകുന്നത്. ഇന്നാ അഅ്തൈനാക, നബിയെ തങ്ങൾക്ക് നമ്മൾ നൽകി അൽ കൗസർ. രണ്ടാമത്തെ അർത്ഥം അഹ്ലു ബൈത്തിനെ തങ്ങൾക്ക് നൽകി നബിയെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഈ അർത്ഥം പറയുമ്പോൾ ഈ ആയത്ത് ഇറങ്ങിയതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പഠിക്കണം. എന്താ പശ്ചാത്തലം? ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന മക്കത്തെ ഒരു ശത്രു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. എന്താ കളിയാക്കിയത്? ആൺമക്കളൊക്കെ മരിച്ചുപോയല്ലോ, വാലറ്റവനാണ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു സന്താനം നിങ്ങളെ ഓർമ്മിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കി ആസ് ബിൻ വാഇൽ. അപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങണത്. എന്തിനാ നബി അവരെല്ലാം ഓരോന്ന് പറയുമ്പോൾ തങ്ങൾ വിഷമിക്കണത്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ സന്താന പരമ്പര ഞാൻ തരുമെന്ന്. ആസ് ബിൻ വാഇലിന്റെ പേരെന്നെ ഇപ്പൊ ആരോ പറഞ്ഞിട്ടാ മനസ്സിലാവണത്. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നോ, അയാൾക്കൊരു ശേഷിപ്പിട ബാക്കിയായിട്ടോ ആർക്കും അറിയുന്നില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്ത് ഈ ഭൂമിയിൽ നിറച്ചുണ്ട്. ഏത് നാട്ടിൽ പോയാലാ തങ്ങന്മാരില്ലാത്തത്? ബുഖാരി സാദാത്തുക്കൾ, ജിഫ്രി സാദാത്തുക്കൾ, പിന്നെ എത്ര എത്ര കബീലകൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എത്ര ഉണ്ട്, എത്ര സാദാത്തുക്കളുണ്ട്. ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുന്നത് യബഖൂന അലാ മർരി സമാൻ. എത്ര പേര് കർബലയിൽ കൊല്ലപ്പെട്ടു, എത്ര പേര് പല യുദ്ധത്തിലും കൊല്ലപ്പെട്ടു. എന്നിട്ട് ഈ ലോകം മുഴുവൻ ഓരോ നാട്ടിലും എത്ര തങ്ങന്മാരുണ്ട് നബിയെ? നിറഞ്ഞു നിൽക്കുന്നതല്ലേ ഈ ലോകത്ത്, അല്ലേ? അതാണ് ഇന്നാ അഅ്തൈനാകൽ കൗസറിന്റെ രണ്ടാമത്തെ അർത്ഥം. അതിനെ അഹ്ലു ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കണം, തങ്ങന്മാരെ ബഹുമാനിക്കണം. തങ്ങന്മാരെ ആലിമീങ്ങളായാൽ ബഹുമാനിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലുണ്ട്. അതുമാത്രം പോരാ, അതുമാത്രം പോരാ. തങ്ങന്മാരെ ആലിമീങ്ങളാവട്ടെ, സാധാരണക്കാരാവട്ടെ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് ശരീരത്തിലുള്ളവരാണ്, അഹ്ലു ബൈത്താണ്. അവരെ ബഹുമാനിക്കണം. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഈമാനില്ലാതെ മരിച്ചു പോവാനുള്ള കാരണമായിട്ട് ദഖീറത്തുൽ ഖൈർ എന്ന കിതാബിൽ കാണാം. സാദാത്തുക്കളെ ബഹുമാനിക്കണം. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരാണെങ്കിലും തങ്ങന്മാരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയെല്ലാം കഷ്ടപ്പെട്ട് ദഅവത്ത് നടത്തി ഇസ്ലാം നമുക്ക് എത്തിച്ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര റിസ്ക് എടുത്ത് അധ്വാനിച്ച് നമുക്ക് ദീൻ തന്നിട്ട് ആകെ നമ്മളെടുത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ,
എൻ്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം, അത് മാത്രം എനിക്ക് തിരിച്ചു തന്നാൽ മതി. എത്ര തവണ നബി തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് ശത്രുക്കള്. ദഅവത്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടത്തുമ്പോൾ അള്ളാഹിനെ ചോദിച്ചില്ലേ, അല്ലക ബാഖിയൻ നഫ്സക്ക്, എന്തിനാ നബി ഇങ്ങനെ റിസ്ക് എടുക്കണത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ അധ്വാനിക്കാന്, അത്രക്കും മെനക്കെട്ട് അധ്വാനിച്ച് പണിയെടുത്ത് രാത്രി ഉറക്കം കഴിഞ്ഞ് നമുക്ക് വേണ്ടി ദ്വാരം തന്ന്, എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ആകെ പറയണത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നിങ്ങൾ എനിക്ക് ആകെ തിരിച്ചു തരേണ്ടത് എൻ്റെ തങ്ങന്മാരായ മക്കൾ നിങ്ങൾ ബഹുമാനിച്ചെന്നാ മതി, ഒന്ന് സ്നേഹിച്ചാൽ മതി. അവിടെ നമ്മൾ ഗ്രൂപ്പ് നോക്കല. ബദറു സാദാത്ത് ഖലീൽ ബുഖാരി തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളും എല്ലാ സാദാത്തുക്കളും റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളാണെന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. സാദാത്തുക്കളാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഓടി പോവാലോ, പേരക്കുട്ടികളല്ലേ. ആ ബഹുമാനം നമ്മൾ കാണിക്കണം. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാ, ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹുവിന്റെ ബഹ്ജത്തുൻ നുഫൂസ് വൽ അഹ്ദാഖ് ഫീമാ തമയ്യസ ബിഹിൽ ഖൗമു മിനൽ ആദാബി വൽ അഖ്ലാഖ് എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ സൂഫിയാക്കളുടെ സ്വഭാവമാണ് പ്രധാനമായിട്ടും പറയുന്നത്. അതിൽ പറയാ, ഇദാ അഖല്ല അഹദുക്കും ബിവാജിബി ഹഖ്ഖി ശരീഫി, ഏതെങ്കിലും ഒരു സയ്യിദിനെ നമ്മൾ നിന്ദിച്ചാൽ, അവരോട് നിർവഹിക്കേണ്ട കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയാൽ, നീ കരഞ്ഞുകൊണ്ട് ആ തങ്ങളെ കൊണ്ട് നീ പൊരുത്തപ്പെടിക്കണം മോനെ. അതിൽ നീ ഇതാ ഒരു നാണക്കേട് കാണിക്കരുത്. അഥവാ ആ തങ്ങളോട് നീ ഒരുപാട് താണക്കേട് പറഞ്ഞിട്ടും ആ തങ്ങൾ പൊരുത്തപ്പെട്ട് തരുന്നില്ല എന്ന് വിചാരിക്കുക, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിയിട്ട് മുത്തുനബിയെ ഒരു പേരക്കുട്ടിനെ ഇങ്ങനെ ചെയ്തു പോയി, പൊരുത്തപ്പെട്ടേർന്നേന്ന് പൊട്ടി പൊട്ടി നീ കരയണം. കൂടുതൽ ഇസ്തിഗ്ഫാർ ചെല്ലണം. അത് പൊരുത്തപ്പെടിക്കാണ്ടൊന്നും നീ മരിച്ചക്കല്ല മോനെ. തങ്ങന്മാരെ ബഹുമാനിക്കാതിരുന്നാൽ, അവരെ വേദനിപ്പിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് വേദനിപ്പിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കണം. തങ്ങൾക്ക് ഖിയാമത്ത് വരെ നിലനിൽക്കുന്ന സന്താന പരമ്പരയെ നമ്മൾ തന്നില്ല നബിയേ. രണ്ടാമത്തെ അർത്ഥം. മൂന്നാമത്തെ അർത്ഥം, നബിയെ തങ്ങളുടെ ഉമ്മത്തിൽ എത്ര ആലിമീങ്ങളെയാണ് തന്നത് നബിയെ. ഈ ഉമ്മത്തിൽ ഉള്ള അത്രയും ആലിമീങ്ങൾ ലോകത്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിലുണ്ടോ? എത്രയാ പണ്ഡിതന്മാര്. ഓരോ കൊല്ലവും ഓരോ കോളേജിൽ നിന്ന് എത്ര മതബിരുദധാരികളാ പഠിച്ച് പുറത്തിറങ്ങണത്. സുബ്ഹാനല്ലാഹ്, എത്ര ആലിമീങ്ങള്. അത് റസൂലുള്ളാഹിന്റെ ഒരു പവറല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ, ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കളെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ദീനീ പ്രചരണത്തിന് വേണ്ടി വന്നവരാണ്. അതുപോലെ ആലിമീങ്ങൾ രാപ്പകൽ ഭേദമന്യേ കിതാബുകൾ എഴുതിയും ക്ലാസ് എടുത്തും ദർസ് നടത്തിയും പ്രഭാഷണങ്ങൾ നടത്തിയും വയലു പറഞ്ഞും ദീനിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് എന്നെ അഭിമാനമല്ലേ തങ്ങളെ. എത്ര ആലിമീങ്ങളെയാണ് തന്നത്. കണ്ടോ, ആകാശലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്നത് പ്രത്യേകം കാണുന്നത് പോലെ ആകാശലോകത്തുള്ള മലക്കുകൾ താഴേക്ക് നോക്കുമ്പോൾ ഇൽമിൻ്റെ അഹ്ലുകാരുടെ ആലിമീങ്ങളുടെ മുത്തഅല്ലിമീങ്ങളുടെ വീടുകൾ തിളങ്ങി തിളങ്ങി കാണുന്ന. ഒന്നാനാകാശത്തെ നക്ഷത്രങ്ങളെ കൊണ്ട് പ്രകാശിപ്പിച്ചതുപോലെ ഭൂമിയെ അള്ളാഹു പ്രകാശിപ്പിച്ചത് തന്നെ ആലിമീങ്ങളെ കൊണ്ടാണ്. നക്ഷത്രം വഴികാട്ടിയാണ്, ആലിമീങ്ങൾ വഴികാട്ടികളാണ്. അമ്പിയാക്കൾ ചെയ്ത വർക്കാണ് ആലിമീങ്ങൾ ചെയ്യണത്. ആലിമീങ്ങൾ ആരായാലും അവരെ നമ്മൾ ബഹുമാനിക്കണം. ആലിമീങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്, അവരെ പരിഹസിക്കുന്നത് ഈമാനില്ലാതെ മരിച്ചു പോവാനുള്ള കാരണമാണ്. കാരണം ലുഹൂമുൽ ഉലമാഇ മസ്മൂമാ, ആലിമീങ്ങളെ മാംസം വിഷാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ നെറ്റിയിൽ ഒരു തേള് കടിച്ചു. ആ തേളിനെ കടിച്ച സമയത്ത് അതിനെ ഒന്ന് ചൊട്ടി. ആ തേള് താഴെ വീണപ്പോൾ ചത്തിട്ടുണ്ട്.
അതിന്റെ കാരണം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ കടിച്ചപ്പോൾ, ആലിമിന്റെ ബ്ലഡ് കുടിച്ചപ്പോൾ വിഷാണ് കുടിച്ചത്, തേളങ്ങ് ചത്തുപോയി. നമ്മൾ ആലിമീങ്ങളെ ഗീബത്തും നമീമത്തൊക്കെ പറയുമ്പോൾ നമ്മുടെയും ഹൃദയം മരിച്ചു പോകുന്നുണ്ട്. നമുക്ക് മനസ്സിലാവാത്തോണ്ടാ. മരിക്കണ സമയത്ത് ദിക്റെല്ലാം കഴിയില്ല, അതാണ് പ്രശ്നം. ഒരാളുടെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവാനുള്ള മാനദണ്ഡം എന്താ? ഇനി പറയാൻ പോകുന്ന 3 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ടെന്ന അർത്ഥം. ഏതെങ്കിലും ഒരു ആലിമിനെ തൊട്ടതിൻ്റെ കാരണം കൊണ്ടാവാം. ഒന്ന്, സമറ, ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഇല്ല. അതാതെല്ലാം ഉറക്കം വരുന്നു, ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു, വാട്സപ്പ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, യൂട്യൂബ് നോക്കുമ്പോൾ ഉറക്കം വരുന്നില്ല, പെട്ടെന്ന് വാക്കിയ സൂറത്ത് എടുത്തപ്പോൾ ഉറക്കം വരുന്നു. മോനെ, ഹൃദയം മരിച്ചു പോയിട്ടുണ്ട്. 2, തെറ്റ് ചെയ്യാൻ പേടിയില്ല. അത് നമ്മളെ കസിനല്ലേ, അത് കസിൻ കാണുന്നതിന് എന്താ കസിൻ്റെ പ്രശ്നം? നമ്മൾ ഒന്നിച്ചെന്നല്ല അധികം ബൈക്കിൽ പോക്ക്, ആ പ്രശ്നം ഓളൊന്നിച്ച് പഠിക്കുന്ന ഉസ്താദ്. തെറ്റ് ചെയ്യാൻ ഒരു പേടി ഒരാൾക്ക് വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട്. 2. മൂന്നാമത്തത്, ആര് മരിച്ചാലും ഞാൻ മരിക്കൂന്ന് തോന്നില്ല, ഞാൻ മരിക്കുമെന്ന് തോന്നില്ല എങ്കിൽ അയാളുടെ ഖൽബ് മരിച്ചു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മരണം സംഭവിക്കണത്? ആലിമീങ്ങളെ തൊട്ട വേഗം ഖൽബ് മരിച്ചു. അതിനൊന്നും നമ്മൾ നിൽക്കരുത്, ഒരാളെയും തൊടരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. അഭിമാനത്തോടെ അള്ളാഹ് പറഞ്ഞതാ, തങ്ങളെ ഉമ്മത്തില് എത്ര ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ തന്ന് നബിയേ. അപ്പൊ ആലിമീങ്ങളെ പവറല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ, മദീനക്കാരായ അൻസ്വാറുകളെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അത് മദീനക്കാരായ അൻസ്വാറുകളായ സ്വഹാബത്തിനെ സ്നേഹിക്കൽ മാത്ര അല്ല. അൻസ്വാർ എന്ന് പറഞ്ഞാൽ ദീനിനെ സ്നേഹിച്ച് മുഹാജിറുകൾ ഒന്നുമില്ലാതെ മക്കത്തുനിന്ന് വരുമ്പോൾ അവർക്ക് കയ്യും നീട്ടിയിട്ട് സ്വീകരണം നൽകി ദീനിനെ നസ്ർ ചെയ്തവർ, സഹായിച്ചവർ. അതുകൊണ്ടാണ് അവർക്ക് അൻസ്വാർ എന്ന് പേര് വന്നത്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയാ, അപ്പൊ ദീനിനെ സ്നേഹിക്കുന്ന ആരൊക്കെ ഉണ്ടോ അവരൊക്കെ മഹബ്ബത്ത് വക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ദീനെ സഹായിച്ച് ദീന് പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഭാഗം മദ്രസ മുഅല്ലിമീങ്ങളും ഹിഫ്ള് ഖുർആനിലെ ഉസ്താദും ഖതീബ് ഉസ്താദും മുഅദ്ദിൻ ഉസ്താദും ഒക്കെ അല്ലേ? അതെ, അവരല്ലേ ദീനിന്റെ ഏറ്റവും വലിയ സഹായിക്കുന്നവർ, അവരല്ലേ ദീനിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവരെ സ്നേഹിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. കണ്ടോ?